ആസ് എ ഫ്രണ്ട് അവൻ ഇതാണോ നിങ്ങൾ പറഞ്ഞേ? ആസ് എ ഫ്രണ്ട് അവന്റെ ഒരു ഫ്രണ്ടായിട്ട് ഇന്ന് ഞാൻ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുമ്പത്തെ ഒരു ഇതിൽ ഞാൻ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന് ഇതിൽ സ്ലോട്ട് കൊടുക്കണമെന്ന് ഞാൻ പറയും. പക്ഷേ ഒരു ഗ്യാങ്ങിന്റെ ലീഡറായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴും ഗ്യാങ്ങിന്റെ എല്ലാവരും മൊത്തത്തിലുള്ള ഒരു തീരുമാനം മാത്രമേ എനിക്ക് മുന്നോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അവിടെ എന്റെ പേഴ്സണൽ ചോയ്സിനോ എന്റെ പേഴ്സണൽ കാര്യങ്ങൾക്കോ അവിടെ ഒരു വിലയില്ല. എനിക്ക് ആ ഗ്യാങ്ങിലെ എല്ലാവരും തീരുമാനം, എനിക്ക് ഗ്യാങ്ങിലുള്ള എല്ലാവരും ഡബ്ല്യു മോഡ്സ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഇവന്റ് വരെ താര ഈസ് എ ജം എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റൂല. ആസ് എ ഫ്രണ്ട് അവന്റെ ഒരു ഫ്രണ്ടായിട്ട് ഇന്ന് ഞാൻ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുമ്പത്തെ ഒരു ഇതിൽ ഞാൻ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന് ഇതിൽ സ്ലോട്ട് കൊടുക്കണമെന്ന് ഞാൻ പറയും. പക്ഷേ ഒരു ഗ്യാങ്ങിന്റെ ലീഡറായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴും ഗ്യാങ്ങിന്റെ എല്ലാവരും മൊത്തത്തിലുള്ള ഒരു തീരുമാനം മാത്രമേ എനിക്ക് മുന്നോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അവിടെ എന്റെ പേഴ്സണൽ ചോയ്സിനോ എന്റെ പേഴ്സണൽ കാര്യങ്ങൾക്കോ അവിടെ ഒരു വിലയില്ല. എനിക്ക് ആ ഗ്യാങ്ങിലെ എല്ലാവരും തീരുമാനം, എനിക്ക് ഗ്യാങ്ങിലുള്ള എല്ലാവരും പിണക്കിയിട്ട് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റൂല. അതെ 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 ഗൈസ്, ഇതില് റാംബോന്റെ ഭാഗത്തൊന്നും ഒരു തെറ്റുമില്ല. ഇതെല്ലാം ഇതില് റാംബോ എന്ത് ചെയ്തെന്നാ പറയുന്നത്? അല്ലല്ലല്ലല്ലല്ല ഗൈസ് 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 റാംബോനൊന്നും ഹേറ്റ് ചെയ്യരുത്. ഞാൻ കാര്യം പറയാലോ, റാംബോനൊന്നും ഹേറ്റ് ചെയ്യരുത്. ഓനൊന്നും അതിനുള്ള ഞാനൊരു കാര്യം പറയട്ടെ. അങ്ങനെ ഞാൻ പറയുന്നത് ഇത് മാത്രമൊന്നല്ല, മനസ്സിലായോ? ഞാൻ ഈ ഗെയിമിന്റെ അകത്തുള്ള കാര്യങ്ങളൊന്നല്ല, നിങ്ങൾക്ക് അറിയാത്ത വല്ല വേറെ കുറേ കാര്യങ്ങളുണ്ട്, മനസ്സിലായോ? ഇതിൽ റാംബോ ഒന്നും ഓൻ പറഞ്ഞ കാര്യമാണ്. അതായത് ഈ പറഞ്ഞ പോലെ ഓനൊരു ലീഡറായിട്ട് നിൽക്കുന്ന, ഓന്റെ കൂടെ നിൽക്കുന്നവരാണ് ഇപ്പൊ ബാക്കിയുള്ള 10-45 ആൾക്കാർ, മനസ്സിലായോ? അപ്പൊ അവരെ ഓൻ നോക്കണം, അവര് പറയുന്നതിന് ഓന് വാല്യൂ കൊടുക്കണം. അതായത് ബാക്കിയുള്ള ഓന്റെ ടീമിൽ ഉള്ള MRCയിലുള്ള ബാക്കി ആൾക്കാർ, കോ ലീഡേഴ്സും ബാക്കി മെമ്പേഴ്സും എല്ലാം പറയുന്നുണ്ടാവും ഷമീർ വരാൻ നമുക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ അവൻ വരുന്നതിൽ നമുക്ക് താല്പര്യമില്ല എന്ന് അവനോട് പ്രൈവറ്റ് ആയിട്ടോ അല്ലാതെയോ പറഞ്ഞിട്ടുണ്ടാവാം, മനസ്സിലായോ? അവനോട് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ഷമീർ വന്നാൽ നമുക്ക് ഇതില്ലാന്ന് വാട്ടവർ എന്താന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ എന്തൊക്കെ അവര് പറഞ്ഞിട്ടുണ്ടാവാം. അല്ലാതെ റാംബോ അങ്ങനെ ഒരു ഇതാക്കില്ലല്ലോ, തീരുമാനം എടുക്കില്ലല്ലോ. അപ്പം ആസ് എ ലീഡർ റാംബോനെ നോക്കുമ്പോൾ റാംബോ അത് ചെയ്തേ പറ്റൂ, മനസ്സിലായോ? റാംബോ ആൾക്കാർ അവരുടെ കൂടെ നിൽക്കുന്ന അവര് പറയുന്നത് ഓന് കേട്ടേ പറ്റൂ, മനസ്സിലാവും? അല്ലെങ്കിൽ കാരണം എന്നെക്കാട്ടി കൂടുതൽ അവർക്ക് റാംബോക്ക് ഇപ്പൊ പ്രധാനം ഓന്റെ മെമ്പേഴ്സും ആൾക്കാരും അതൊക്കെ തന്നെയാണ്. അപ്പൊ ഓൻ അവര് പറയുന്നത് കേൾക്കണം, അത് സത്യം തന്നെയാ, അതിൽ തെറ്റൊന്നുമില്ല, മനസ്സിലായോ? അപ്പൊ അവരെ തീരുമാനത്തിൽ കൂടെ നിൽക്കാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കുക. അവരെല്ലാരും കൂടെ എടുത്ത ഒരു തീരുമാനത്തിന്റെ കൂടെ നിൽക്കാനേ എനിക്ക് പറ്റുള്ളൂ. അല്ലാതെ അവിടെ എന്റെ പേഴ്സണൽ ചോയ്സിനോ എന്റെ പേഴ്സണൽ ഒപ്പീനിയനോ അവിടെ ഒരു കാര്യമില്ല. ഒരു ഗ്യാങ്ങിലത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയണ്ട, ഇത് കണക്ക് ഒരു വാറടിക്കണം, ബാക്കി ഓക്കെയാണ്, ഞാൻ പറയുന്നത് ഇവന്മാരെല്ലാരും കേൾക്കും, ഓക്കെയാണ്. പക്ഷെ ചില കാര്യങ്ങള് എല്ലാരും കൂടെ സംസാരിക്കുമ്പോഴത്തേക്ക് എല്ലാവരുടെ തീരുമാനം കൂടെ ബഹുമാനിച്ച് എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കും മുത്തേ. അല്ലാതെ എനിക്ക് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റൂല. നിങ്ങൾ എന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്ക്. ഇന്നലെ എന്നെ ഷേക്കിന്റെ അതെ അവൻ പറഞ്ഞ കാര്യം ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്ക് ആർപ്പി കയറാം. ലെറ്റ്സ് ഗോ ചാറ്റ്, ലെറ്റ്സ് ഗോ. നിന്റെ തെളിവുണ്ടോ? അപ്പൊ ഈ പറഞ്ഞ നീ എന്താ വന്ന് കുഞ്ഞിക്കോടാ മയിരെ കാണിച്ചു തന്നാ? ഇല്ലല്ലോ, കാണിച്ചു തന്നാ നീ എന്ത് ചെയ്യും? അതുകൊണ്ട് അമ്മാതിരി വർത്താനൊന്നും പറയരുത്. വായു കൂട്ടുക, മനസ്സിലായി? ഇപ്പൊ തെറി വിളിച്ചോ, കാരണം നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ തെറി വിളിച്ചോ, അത് നോ പ്രോബ്ലം. ഓക്കെ, ലെറ്റ്സ് ഗോ ചാറ്റ്, ലെറ്റ്സ് ഗോ. അപ്പൊ എങ്ങനെയാ മുത്തേ, നമുക്കൊരു പുതിയ ഗ്യാങ് തുടങ്ങുമല്ലേ? നമുക്ക് തുടങ്ങാം. ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞ പോലെ ആര് എതിര് നിൽക്കാനും ഇതിനൊന്നല്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു ഗ്യാങ് തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, മനസ്സിലാ? അതിന്റെ റീസൺസ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയാം. അല്ല, റീസൺസ് ഒന്നുമില്ല, റീസൺസ് എല്ലാം നിങ്ങൾക്ക് അറിയുന്ന തന്നെയാണ്. കണ്ണൂർ സ്കോഡ് KSO
അങ്ങനെ രണ്ടുപേര് നമുക്ക് ഇടാൻ പറ്റൂല, മനസ്സിലായോ? രണ്ടുപേര് നമുക്ക് ഇടാൻ വേണ്ടി പറ്റൂല. രണ്ട് ലെറ്റേഴ്സ് ആയിട്ടുള്ള പേര് നമുക്ക് ഇടാൻ വേണ്ടി പറ്റുമോ? ഇതെന്താ, എന്ത് പറ്റി? എന്താ ക്യാം എന്തായി? ഇതെന്താ പറ്റിയ? അയ്യോ അയ്യോ അയ്യോ. എന്താ കാസർഗോഡോ? KRSോ? അല്ല, ഈ കണ്ണൂര് വേണമെന്നില്ലല്ലോ നമുക്ക്. കണ്ണൂര് വേണമെന്നുണ്ടോ? കണ്ണൂര് വേണമെന്നുണ്ടോ? അപ്പൊ അങ്ങനെ വേണോ? അത് നമ്മളൊരു സ്ഥലത്തിനെ ബേസ് ചെയ്ത് നോട്ടാവൂലേ? നിങ്ങൾ വേറെ നല്ല പേരുകൾ നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ KSEB പുണ്ടച്ചി മോനെ എന്താന്ന് ഇടാ? കരണ്ട് വലിക്കാനാ? നിങ്ങൾ വേറെ നല്ല നല്ല പേരുകൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, മനസ്സിലായോ? നല്ല എക്സൻ തമാശ ഇതെല്ലാം വേറെ നല്ല പേരുണ്ടേ പറ ഗൈസ്. പേരിപ്പോൾ ഓൾറെഡി നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉണ്ട് നമ്മളെ കയ്യിൽ. എൻ്റെ കയ്യിൽ 1-2 പേരുണ്ട്. അതിങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. അല്ലാണ്ടെങ്കിൽ വേറെ പേര് അനൗൺസ് ചെയ്യും. വേറെ ഒരു പേര് ഇതിലുണ്ട്. നിങ്ങൾക്ക് ബെറ്റർ എന്തൊരു പേര് സജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഉണ്ട്. അതല്ലാതെ അതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പേര് സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യും. നമുക്കത് നോക്കാം. മീറ്റ് ചെയ്യാം. KFC എന്നാ പിന്നെ ചിക്കൻ ഇടാടാ. മൈരാൻ്റെ ഇവിടെ എല്ലാവർക്കും ചിക്കൻ കൊടുക്കാം. എന്താ ഈ പറയുന്നു? എന്താ ലാഗ് ഉണ്ടോ? ഞാനൊന്നും പറയുന്നില്ല. ഓജീസോ? VAT വെറുക്കപ്പെട്ടവർ ആടും തട്ടകം. അതിന്റെ ഇത് കൊള്ളാം. പക്ഷെ VAT എന്നുള്ളതൊരു അത് പോരാ. KGF എന്നൊക്കെ ഇടാൻ പറ്റുമോ? KGF ഇട്ടാ ഭയങ്കര ഓഫറായി പോയില്ലേ? KGF ഒക്കെ ഇടാൻ പറ്റുമോ? അതിന് ഒരു ഇതും കൂടി വേണം, മനസ്സിലായി? അതിനൊരു ഇപ്പൊ TV എന്ന് പറഞ്ഞാൽ തലയിൽ വെട്ടും അതേപോലെ അതിനൊരു ഇതും കൂടി വേണം, മനസ്സിലാവും? അതിനൊരു ബാക്കി ഇതും കൂടി വേണം, അല്ലേ? അങ്ങനെ വേണ്ടേ? RDX അതൊരു അത് വേണ്ട. അത് നമ്മളൊരു പടത്തിനെ ഇതാക്കി ചെയ്യുന്ന പോലെ. അത് വേണ്ട. നമുക്കൊരു ഒരു പുതിയൊരു സാധനം വേണം, മനസ്സിലാവും? ZRM പറയാന് അത്ര ഒരു ഇതുണ്ടോ? MGZ പോരാ. BBC മമ്മൂ ജാസി അവരൊക്കെ ഉണ്ടാവും. അവരെ PC ഒന്ന് സെറ്റ് ആയാൽ മതി. അവരും ഉണ്ടാവും, മനസ്സിലാവും? അവരും കൂടി എന്തായാലും അവരും കൂടി ഈ പറഞ്ഞ ഇതിലുണ്ടാവും. നമ്മളെ ഗ്യാങ്ങിൽ അവരെന്തായാലും ഉണ്ടാവും. അവരെ PC കാര്യങ്ങൾ അവരിന് എപ്പോൾ വന്നാലും എപ്പോൾ ഇതാക്കിയാലും അവരുണ്ടാവും, മനസ്സിലാവും? അവരൊക്കെ കൂടെ ഉണ്ടാവും. SMR എന്ന് പറയുമ്പോ എന്താ? SMR എന്ന് പറയുമ്പോ എന്റെ ഇതുപോലെ ആയില്ലേ? അങ്ങനെ വേണ്ട. അങ്ങനെ എന്റെ ഇതുപോലെ വേണ്ട. നമുക്ക് എല്ലാവർക്കും അത്
ഇതാക്കാൻ വേണ്ടി പറ്റണം. അത് അന്നേരം എന്തോ എൻ്റെ എന്തോ ഞാൻ കൂടുതൽ എക്സ്പോഷർ ആ ഒരു ടൈപ്പ് ആവും. അത് വേണ്ട, അത് വേണ്ട. നമുക്കെല്ലാം ഒരു ടീം ഇതായിരിക്കണം, മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു പേര് കിട്ടണം. നമ്മൾ കുറച്ചായി തപ്പുന്ന ഒരു പേര് നോക്കിക്കൊണ്ടിരിക്കാം, നോക്കാം. KSK കൊള്ളാലോ. KSK എന്താ കണ്ണൂർ സ്ക്വാഡ് കിങ്സോ? അതെല്ലാം ഭയങ്കര ഒരു ഇമ്മച്യൂർ പോലെ ഫീൽ ചെയ്യുന്നു ബ്രദർ. അതൊക്കെ എന്തോ ഒരു ഇമ്മച്യൂർ ഫീൽ അടിക്കുന്നു, മനസ്സിലായോ? KSK ഓക്കെ, അതിന്റെ ഈ ബാക്കിയുള്ള ഇത് വരുമ്പോൾ കണ്ണൂർ സ്ക്വാഡ് കിങ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ ഒരു എന്താ പറയാ ഇത് അങ്ങനെ, അത് വേണ്ട നമുക്ക്, അങ്ങനെ വേണ്ട, മനസ്സിലായോ? ഒരു അങ്ങനത്തെ ഒരു ഇത് വേണ്ട. ഒരു ഇമ്മച്യൂർ പരിപാടി അല്ല ഉദ്ദേശിക്കുന്നത്, മനസ്സിലാവും? ഇമ്മച്യൂർ പരിപാടി അല്ല ഉദ്ദേശിക്കുന്നത്. അത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്, അത് തുടങ്ങുമ്പോൾ മനസ്സിലാവും. KTU എന്നാ പിന്നെ KSU എന്ന് ഇടാടാ, എന്നിട്ട് പാർട്ടി ആക്കാം. KTU PVAയോ? അത് TVA KVA അങ്ങനെ ഓൾറെഡി അങ്ങനെയല്ലേ? അത് കിട്ടും കൈസ്, കിട്ടും 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 കിട്ടും. നമ്മളതിൽ ഓൾറെഡി ഉണ്ട്, അത് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ട് നിൽക്കുക. അതിൽ അതല്ലാതെ വേറെ ബെറ്റർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതിലും ബെറ്റർ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഓരോ ഇതും ഞാൻ നോക്കും. അതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്കൊരു പേര് സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനത് എടുക്കും. ദ റിയൽ OGs TRO, അത് കൊള്ളാട്ടാ, അത് പരിഗണിക്കാം, അത് പരിഗണിക്കാം, അത് ഇടാം. നമ്മളൊരു 10-15 പേര്, ഒരു 20ഓളം പേര് ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് ഒരു ബെറ്റർ പേര് നോക്കിയെടുക്കുക ചെയ്യാം, മനസ്സിലാ? TRO കൊള്ളാം. ദ റിയൽ OGs അത് കൊള്ളാം. പക്ഷെ നോക്കാം നമുക്ക്. റോയൽ സിൻഡിക്കേറ്റ്, അതോ ലോകം RSA, RV LKV ഒന്നും വേണ്ട. പോയടാ ഗൈസ്. ഇതില് തമാശയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഇതില് തമാശയും കാര്യങ്ങളൊന്നും ഇല്ല, മനസ്സിലാക്കുക. MVA എന്ന് പറയുമ്പം ഫുൾ ഫോമും കൂടി പറ. ഇത് നിങ്ങൾ ഈ ഷോർട്ടായിട്ട് മാത്രം പറയല്ല, ഫുൾ ഫോമും കൂടി പറഞ്ഞു കഴിഞ്ഞാലേ അത് നമുക്ക് ഇതാക്കാൻ പറ്റൂ. കാരണം എന്തായാലും ഫുൾ ഫോം കൊടുക്കേണ്ട വരും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫുൾ ഫോം വേണ്ട വരും. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കിടിലൻ പേരായിരിക്കണം. KBS കിങ്സ് ഭരിക്കും സാമ്രാജ്യം, അതിന്റെ ഇത് കൊള്ളാം. പക്ഷെ KBS കേൾക്കാനൊരു ഇതില്ല. DOX കൊള്ളാം കേട്ടോ. DOX പേര് കൊള്ളാം. പക്ഷെ അതിന് എന്താ ഇത് കൊടുക്കുക, അതും കൂടി കറക്റ്റായിട്ട് കിട്ടണം, മനസ്സിലായി? നിങ്ങൾ ഇപ്പം ഇതായിട്ട് നോക്കണം എന്നില്ല, നിങ്ങൾ ആലോചിച്ച് ഇതാക്കിയാൽ മതി. ക്വിറ്റടിച്ച് കയറേണ്ടി വരും. ഇപ്പം ഇതാക്കണം എന്നില്ല, നിങ്ങൾ ആലോചിച്ച് അപ്ഡേറ്റ് ചെയ്താൽ മതി, പറഞ്ഞാൽ മതി. നാളെ ആയാലും പറഞ്ഞാൽ മതി, മനസ്സിലാ? SGA സോൾ ഗാങ് അതോ ലോകം. SGA കൊള്ളാം. SGA നല്ല പേരാ കേട്ടോ. ഞാൻ ഈ നല്ല എന്ന് പറയുന്നൊക്കെ ഇവര് നോട്ട് ചെയ്യും, എന്നിട്ട് നമ്മളത് നോക്കും. TGR ഒന്നും വേണ്ട. VCK CMR CVK KGF എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ഇടാൻ പറ്റുമോ? KGF കൊള്ളാട്ടോ. ശരിക്കും പറഞ്ഞാൽ KGF നല്ല പേരാ. ശരിക്കും നല്ല പേരാ. KGF നല്ല പേരാണ്. പക്ഷെ അതെന്താ KGF എന്നപ്പോ ആരും എന്താ ഇടാണ്ടുന്നത്? KGF കൊള്ളാലോ. KGF എന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ ഒരു ഗ്യാങ് വന്നിട്ടില്ലല്ലോ. അതെന്താ KGF കൊള്ളാലോ പേര്. KGF അതിന് നമുക്ക് വേണമെങ്കിൽ ഇതും കൊടുക്കാം. പക്ഷെ നോ
അല്ല, നിങ്ങൾ നോ പറഞ്ഞാൽ യെസ് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇത് തീരുമാനത്തിൽ ഞാൻ എന്തായാലും എടുക്കും. ഞാൻ എന്തായാലും ഇത് ചാറ്റ് നോക്കി തീരുമാനിക്കാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു സജഷൻ ചോദിച്ചതാ, മനസ്സിലായോ? DD ഡയർ ഡെവിൾസ്, പക്ഷെ 3 പേര് വേണം, അങ്ങനെ ഒരു ഇതുണ്ട്, മനസ്സിലായോ? KGF പോരാ. BNGR, TVK, STA സുട്ടുമണി അതോരാകും. അത് കുഴപ്പമില്ല കേട്ടാ, അത് കുഴപ്പമില്ല. 2 ആൽഫബറ്റ് പറ്റും. 2 ആൽഫബറ്റ് പറ്റും, പക്ഷേ 2 ആൽഫബറ്റ് നമ്മൾ ഇത് 2 ആൽഫബറ്റും 3 ആൽഫബറ്റും വെച്ചിട്ടുള്ളത് നമ്മൾ രണ്ടും നോക്കും. എന്നിട്ട് അതിൽ ഏതാണോ നമുക്ക് ഒരു ഇതായിട്ട് തോന്നുന്നത് അതെടുക്കും, മനസ്സിലായോ? അപ്പോൾ AK-47 പോരാ, പോരാ 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 പോരാ. നിങ്ങളിപ്പോ ഇതാക്കണ്ട, ഇത് നിങ്ങൾ ആലോചിക്കണ്ട. നിങ്ങൾ ആലോചിച്ച് മെല്ലെ നാളത്തേക്ക് പറഞ്ഞാൽ മതി, മനസ്സിലായോ? നമുക്ക് നോക്കാം, നമുക്ക് നോക്കിയിട്ട് നല്ല എടുക്കാം. OGX. പക്ഷെ OG എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഒരു ഗ്യാങ് ഉണ്ടല്ലോ സിറ്റിയിൽ. അവരിപ്പോൾ പേര് മാറ്റിയെന്ന് തോന്നുന്നല്ലേ. പക്ഷെ എന്നാലും PSP ആണ് എന്താ, TXC ടോക്സിക്കോ, അത് കൊള്ളാം കേട്ടോ. TXC കൊള്ളാം. KGF നല്ല പേരാണല്ലോ. KGF നല്ല പേരാ, പക്ഷെ നോക്കട്ടെ. നമുക്ക് നോക്കാം. M14 നമ്പേഴ്സിലും നല്ലത് പേരാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്പേഴ്സ് ചേർക്കുന്നതിലും നല്ലത് പേരാ. നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ നോക്കൂല കേട്ടോ. ബൈ. നിങ്ങൾ നാളെ പറഞ്ഞാൽ മതി. ഇതെവിടെയാണുള്ളത്? ഇതെവിടെയാ? ഇന്നലെ നമ്മൾ ഇവിടുന്നാണല്ലോ കത്തിപ്പോയത്. റോഡ് എവിടെയാ അപ്പോ? അയ്യോ, ഏതോ കുറ്റിക്കാട്ടിലാന്ന് ഇന്നലെ പോക്കിരാജ കൊണ്ടുവന്നിന്. ഷാലു റെക്സ് ആരല്ലോ വിളിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ക്യാമ ഇപ്പുറത്തന്നെ അല്ലേ. ഹലോ ഷമീർ, പോക്കിരാജ എവിടെയുള്ള? ഞാൻ ഏതോ കാട്ടിലേ. ഞാനിപ്പോ വണ്ടി എടുത്ത് വരണ്ട മുതുക്കിലേക്ക്. മുതുക്കിലേക്ക് പോയാ, ഞാൻ മുതുക്കിലെത്താം. എന്താ ലൊക്കേഷൻ? 2058. 2058. ഓക്കെ, ശരി, വരാം. നമ്മള് കൊച്ചാപ്പിന്റെ നമ്പർ വാങ്ങിയില്ലല്ലോ ഇന്നലെ. ഷമീറേ, ബിരാൻ എവിടെ? ഞാൻ എന്റെ ഗേൾ ഫ്രണ്ടിന്റെ ഒപ്പം പുറത്താ. നിനക്കിപ്പ ഇങ്ങനെയുള്ള അല്ലേ? ഗേൾ ഫ്രണ്ടിന്റെ ഒപ്പം സാൻഡി വരുന്നതാ. എന്താ പരിപാടി ഒന്നുമില്ല. ഇങ്ങനെ കത്തലല്ലേ, സിറ്റി ഇങ്ങനെ നേരെ നിക്കണ്ട, സുനാമി ചാടലിരിക്കാ. ഇപ്പൊ സെറ്റ്. ഇപ്പൊ ഒന്ന് ഒരു 5ാമത്തോടെ പോയി വന്നു. ആണോ? 5 പ്രാവശ്യം കത്തിയോ? 5 പ്രാവശ്യം കത്തി ഷമീറ. ആണോ? ഞാൻ ഇതുവരെ ആയിട്ടൊന്നും ആയിട്ടില്ല, ഇനി എന്താന്ന് അറിയില്ല. താരേട്ട സിറ്റിയില് താര വരുമായിരിക്കും, അറിയില്ല. വിളിക്ക്. താരേക്കും കൂട്ടിന്ന് ട്രിപ്പ് പോവാം നമുക്ക് എല്ലാരും കൂടി. പോവാം, ഇന്ന് പോവാം. ഇപ്പൊ സാൻഡിയിലല്ലേ? ഞാൻ കുറച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങാം. സാൻഡില് കുറച്ച് അല്ല, ഷമീർ എവിടെ നിക്കണേ? ഞാനിപ്പോ 2058 എന്നെ കൂട്ടാൻ പോക്കിരാജ വരുന്നുണ്ട്. ഓ അല്ലാ, പാല് കച്ചവടക്കാരനൊക്കെ വിളിച്ചേടെ.
ബാക്കി എത്തിക്കും. നീയെല്ലാം നിന്റെ ഒരു ഇതാകുമ്പോ പോവല്ല. മൂപ്പരെ ഏത് സമയത്ത് വിളിച്ചാലും മൂപ്പര് വരും. ശരി, ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങാം എന്തായാലും. ഓക്കെ ഓക്കെ, ഇനി 2 ആഴ്ച ഫ്രീയാ. എന്റെ പുറത്തായി, ഞാൻ ആണോ? പുറത്തായി. എന്ത് ഭർത്താവൻ? അല്ലല്ലോ, ഒന്ന് മാറി കയറണം വേറെ. അവിടുന്ന് പിന്നെ ഇറങ്ങിയോ? പറയാം. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. ആണോ? ഉം. ഒന്ന് നേരിട്ട് കാണണം കേട്ടോ. ഞാൻ എന്തായാലും വരാം, അങ്ങോട്ടേക്ക് കാണാം വരാം കാണാം. കുറച്ച് കഴിഞ്ഞ്. ഷുവർ 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 ശരി ഷുവർ. ശരി. ഓക്കെ. ഷാലു റക്സ് എന്തോ അയച്ചിട്ടുണ്ടല്ലോ. ഇതെന്താ? എന്താ വ്ളോഗോ? കുറച്ച് നേരത്തൊക്കെ വരുമോ ഷമീർ? ഷമീർ വായൊന്നില്ല. പെണ്ണുപിടി, അതിന് പെണ്ണുപിടിയും പരിപാടിയൊന്നും ഇല്ല മുത്തേ. പെണ്ണുപിടിയും പരിപാടിയൊന്നും തന്നെ ഇല്ല, മനസ്സിലായോ? അല്ല, ഷമീർ നിർത്തി. ഷമീർ പെണ്ണുപിടിയും പരിപാടിയെല്ലാം നിർത്തി. ഇതിന് നമ്പർ ഇല്ലല്ലോ. ஹலோ, എങ്കടാ பேபியோட வெளியே வந்திருக்க. ബേബിയാ? ആരുടെ ബേബി? என்னோட பேபி. നിനക്ക് നീ 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 ഒരു ബേബി பேபி തന്നെ? பேபி ஹாய் ഉനക്ക് பர, ஹாய் பர. ஹாய் மாமா. ഹായ് മോളെ. സൂര്യ நாங்க ரெண்டு பேரும் பாராசூட்ல பாராகிளைடிங் பண்ண மவுண்ட் சிலியாடி ഇവിടെ வந்திருக்கோம். போயிட்டு வந்துட்டு விളിക്കാ. நாங்க ചെറുതായിട്ട് கொஞ்சம் பிரைவசியா இருக்கோம். அம்மா സംസാരിച്ചിട്ട് இருக்கோம். ശരി, ബൈ. ഓക്കേ. താര എവിടെ? അറിയില്ല. ഓക്കെ ഓക്കേ ഓക്കേ ഓക്കേ, ബൈ. എടാ പോക്കിരി രാജ, നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയത്? എന്താ? ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരട്ടെ? നീ ഒന്നിങ്ങ് വന്നേ. നീ ഒന്ന് വണ്ടിയിൽ ഇറങ്ങിയ. നിനക്ക് എത്ര വയസ്സായി? എനിക്ക് അധികം ആയിട്ടില്ല. എന്നാലും അതൊക്കെ നീ ഉള്ള കാര്യം പറ. നിന്നെ കണ്ട ഒരു 10-40 വയസ്സ് എന്തായാലും തോന്നിക്കും. 29 നീ പറയുന്നത്? 29 അല്ലേ? ഞാനൊരാളെ വിളിച്ച് ഞാൻ ലൗഡ് സ്പീക്കർ ഇട്ടുതരാം, നീ ഒന്ന് കേട്ട് നോക്ക്. എന്തിന്? ഒന്നുമല്ല, കേട്ട് നോക്ക്. ഓക്കെ. കേക്കുന്നുണ്ടാ? ഹലോ, പറ മാമാ, എന്താ? ഒരു മിനിറ്റ്. രാജ കേക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ കേക്കുന്നുണ്ടോ? കേക്കുது. അല്ല, രാജ കേൾക്കുന്നു. ഓക്കെ ഓക്കെ. നീ ഇപ്പൊ എവിടെയുള്ള സൂര്യ? ഞാൻ മൗണ്ട് ചെല്ലിയാറിലെ ബേബിയോട് വന്നിരിക്കേ. ബേബിയോടെ? നിന്റെ ഗേൾ ഫ്രണ്ടും ആയിട്ടല്ലേ? നിങ്ങള് പ്രേമിക്കുന്നല്ലേ ആടുന്ന്? ഓക്കെ ഓക്കെ. ஒண்ணுமே இல்லையா? உங்க பேபி கிட்ட கொஞ்சம் இங்க என்னாவது சொல்லு. ഓക്കെ ബൈ. ഒന്നുമില്ല മോളെ. ഓക്കെ ബൈ.
പ്രൈവസി ഇല്ല. ഓക്കെ ബൈ. ഇതിനാ ആ ഇതെന്താ 6 വയസ്സുള്ള കുട്ടിക്ക് വരെ ആ അതാണ് ഞാൻ പറയുന്നത്. നീ ഇങ്ങനെ നടന്നോ? നിനക്ക് 10-35 വയസ്സുമായിട്ട് നീ ഇപ്പൊ എന്താ ചെയ്യുന്ന? മുട്ട വെക്കല? ബിസിനസ്. മുട്ട കച്ചവടല്ലേ? അതെ. ആ അല്ല ഇതെന്ത് അതാ ഞാൻ പറഞ്ഞത് നീ ഇങ്ങനെ നടന്നോ? ഇവിടെ സിറ്റിയില് ഇന്നലെ മുളച്ച പുള്ളർ, അത് 2 വയസ്സാൻ പറ്റേ ഉള്ളൂ. അവർക്ക് പ്രൈവസി വേണമെന്ന്. ഏതോ ബീച്ചിന്റെ അടുത്താ പോലും അവരുള്ളത്. നിനക്ക് പോയി ചത്തൂടറാ. വേണ്ട വാ, അല്ല ഇപ്പൊ ചാടണ്ട. ഞാൻ പറയാ. ഹലോ രാജ, നമുക്ക് വേറെ കാര്യമുണ്ട്. ഇപ്പൊ ചായല്ല, നീ വാ കേറ്, വണ്ടി എടു. അയ്യോ കൊച്ചാപ്പി മുതുക്കിൽ വെയിറ്റിംഗ്. കൊച്ചാപ്പി കൊടുക്കാൻ. കൊച്ചാപ്പി ഉണ്ടോ? കൊച്ചാപ്പി വിളിച്ചിരുന്നു. എന്നാ ബാ. ഇതെങ്ങനെ ഇവിടെ എത്തിയേ? ഇത് നമ്മള് അതാ ഞാനും ആലോചിക്കുന്നത്. ഇതെങ്ങനെയാ ഇവിടെ എത്തിയെന്ന് എനിക്ക് തിരിയുന്നില്ല. മുതുക്കിന്റെ അടുത്ത് ഇറങ്ങിയ മുതുക്കിന്റെ അടുത്ത് ഇറങ്ങി ഞാൻ ഇവിടെ എത്തി. ഇവിടെ അങ്ങ് റോഡ് പോലും കാണുന്നുണ്ടായില്ല. അല്ല എന്നാലും അത് ഷോക്ക് ഉണ്ടാവും. നിനക്ക് ഇന്നത്തെ ദിവസം മൊത്തം ഷോക്ക് ഉണ്ടാവും. അത് നീ അനുഭവിക്കാൻ വേണ്ടി തന്നെ ഞാൻ ലൗഡ് സ്പീക്കർ ഇട്ടത്. അയ്യോ സോറി, ഷോക്കില് വണ്ടി. അല്ല ഇതിൽ നീ പഠിക്കേണ്ട ഒരു പാടുണ്ട്. എന്താണ് ആ പാടം? നീ എന്ന് പറഞ്ഞ എന്റെ മുട്ടയും പാലും മിക്സ് ചെയ്യാണ്ട് എന്നേ പറ. എന്താ വണ്ടി നീങ്ങണില്ല? എനിക്ക് ഓടിക്കാൻ അറിയാത്തോണ്ട്. എല്ലാം സ്റ്റിയറിംഗ് എല്ലാം പോയി കിടക്കുന്നുണ്ട്. വണ്ടി മാറ്റി. നിനക്ക് എന്താ ഇന്ന് മനസ്സിലായത് പറ. പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, ലുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല, മാസം ഉണ്ടായിട്ട് കാര്യമില്ല. മാസം ഒന്നാമത് നിനക്കില്ല, അത് വേറെ കാര്യം. പറ പിന്നെന്താ? വണ്ടി ഓടിക്കാൻ പോലും അറിയില്ല, വെറുതെ അല്ല പെണ്ണ് കിട്ടാത്ത. പറ. പിന്നൊന്നുമില്ല. പിന്നെന്താ സുഖല്ലേ? അല്ല മറ്റേത് കാര്യം അത് പിന്നെന്താ വേണ്ട? എനിക്കറിയില്ല. എനിക്കിതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടൊരു കാര്യമില്ല. എനിക്ക് മനസ്സിലായി. അതാ ഞാൻ പറഞ്ഞത്. ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഇതിലൊന്നല്ല കാര്യവും. ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, രാജ, നമ്മൾ ഈ പെണ്ണിന്റെ ഇതിന്റെ ഒന്നും ബാക്കിൽ നിന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലാ? ഇവളുമാരെല്ലാം ഇന്ന് വരും, നാളെ പോകും. അതല്ലാത്ത ഈ ഒന്നാമത് ഞാൻ ഒരു കാര്യം പറയും, ഈ സിറ്റിയിൽ ലോയലായിട്ടുള്ള പെമ്പിള്ളേരെ കിട്ടുക പറഞ്ഞാൽ തന്നെ 100-ൽ 1 എങ്ങാനും ഉണ്ടാവും. മനസ്സിലാ? അത് എൻ്റെ കയ്യിലാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എങ്ങനെ അത് വരും. അത് വേറെ കാര്യം. അത് വരും. അപ്പൊ എങ്ങനെ വരും? അതെല്ലാം വരും. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാലേ, അല്ല അപ്പൊ ലോയലായിട്ടുള്ള പെണ്ണ് എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, ഈ പെമ്പിള്ളേരുടെ ബാക്കിൽ നിന്ന് നമ്മൾ നടന്നതിനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഞാൻ കുറെ കാലം പെണ്ണ് പിടിച്ച് നടന്നിട്ടുണ്ട്. പെണ്ണുപിടി മീൻസ് ഇങ്ങനെ എന്താ പറയാ, റിലേഷൻഷിപ്പിന്റെ ബാക്കിൽ നടന്നിട്ടുണ്ട്. പക്ഷെ അതിലെല്ലാ കാര്യം രാജ, അതിലെല്ലാ കാര്യം മനസ്സിലാ? ഞാൻ പറയാം. അല്ല ഞാൻ കാര്യം ഞാൻ പറയാം. അതിലല്ല കാര്യം. നമ്മള് വേറെ കുറച്ച് പരിപാടികളുണ്ട്. മനസ്സിലായ? നമ്മൾ ഈ പെണ്ണിന്റെ ബാക്കിന്നോ ഇതിന്റെ ബാക്കിന്നോ പോയിട്ട് കാര്യമില്ല. പെണ്ണിന്റെ ബാക്കിൽ പോണ്ട, പെണ്ണ് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് ചിന്തിക്കാൻ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവന് പെണ്ണുണ്ടല്ലോ, ഇവന് താരമുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും അവനിങ്ങനെ പറയുന്നത്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്. പെണ്ണുണ്ട്, ഈ പറഞ്ഞ പോലെ 100-ൽ 1 നമുക്ക് ലോയലായിട്ട് ഒന്നിനെ കിട്ടും. പക്ഷെ അതിനെ കൊണ്ട് മാത്രം കാര്യമില്ല. വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ബ്രേക്കപ്പ് ഒന്നും ആയിട്ടില്ല. അതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എനിക്ക് നിന്നോട് പറയാനുള്ള വെച്ചാൽ, നീ പെണ്ണ് എന്നുള്ള സംഭവം ഒന്ന് മാറ്റി വെക്കണം. ഞാൻ പുതിയ ആളെ നോക്കിയായിരുന്നു. അതും വളഞ്ഞിട്ടില്ലല്ലോ. അത് ഇല്ല. എടുത്ത് പറയണ്ട. അതാ ഞാൻ പറഞ്ഞത്. നീ എത്ര മുമ്പുള്ളത് വേക്കുന്ന ഇപ്പൊ നടന്നു? ഉമ്മുക്കുൽസു, പിന്നെ ആരാ, സാറ, എല്ലാരും നിന്നെ തുപ്പി. നടന്നില്ലെങ്കിൽ നീ എന്തോ പിക്കപ്പിലേയും പറഞ്ഞല്ലോ. എന്താണ് എനിക്ക് മുട്ടയുണ്ട്, നിനക്ക് മുട്ടയുണ്ട്, എന്താണ്? അല്ലല്ല, പാലിയച്ഛൻ അടുപ്പ് ഉമ്മ വയ്ക്കാൻ തന്നെ എടുപ്പ് ഊരും വന്നിട്ട് കൊടുപ്പ്. എടാ നായി, അത് വായിട്ടെ. അതാ ഞാൻ പറഞ്ഞത്. അപ്പം അത് വിട് നമ്മള്.
നിനക്ക് പെണ്ണ് കിട്ടൂല എന്നുള്ള കാര്യം നീ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പെണ്ണ് വേണ്ട, അല്ലെങ്കിൽ നിനക്ക് അത്രക്ക്, ഞാൻ ഒരു കാര്യം പറയാം, നിനക്ക് അത്രക്ക് ഈ പെണ്ണ് കിട്ടിയാൽ ഉപകാരം ഉണ്ടാവും, അല്ലെങ്കിൽ പെണ്ണ് കിട്ടിയാൽ ഇതുണ്ടാവും എന്ന് നിനക്കൊരു ഇതുണ്ടെങ്കിൽ ഞാൻ എനിക്കൊരു പെണ്ണിനെ സെറ്റാക്കി തരാം. പക്ഷെ നീ ഓളെ പ്രേമിച്ച് ഒറ്റ ദിവസം കൊണ്ട് നിനക്ക് ഒരു തിരിച്ചറിവ് വരണം പെണ്ണിനെല്ലാ കാര്യമൊന്നും. അത് നിനക്ക് വരുമോ? ഞാൻ ഒന്നും കേട്ടില്ല, ഈ കടലിന്റെ ഉള്ളിൽ ഒന്നും കേൾക്കേണ്ടിരുന്നില്ല. ആ, ഞാൻ നിനക്ക് വേണമെങ്കിൽ, നിനക്ക് അത്രക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് ഒരു ലവറിനെ സെറ്റാക്കി തരാം. ആ, എന്നാ ഞാൻ നിനക്ക് ഒരു പെണ്ണിനെ സെറ്റാക്കി തരാം. പക്ഷേ ആൻ ഫ്രാങ്ക് ഞാൻ സെറ്റാക്കി തരാം. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, പെണ്ണിലൊന്നല്ല കാര്യം എന്നുള്ള ഒരു സംഭവം ഞാൻ നിനക്ക് പറഞ്ഞു തരും. കൊച്ചാപ്പി നമ്മള് പുറത്തുണ്ട്. കൊച്ചാപ്പി നമ്പർ ഉണ്ട് എന്റെ കയ്യില്, ഞാൻ ഇന്നലെ നമ്പർ വാങ്ങിക്കാം. സൈറുക്കുട്ടിയാ, ഇന്ത്യ പെണ്ണ് പാടില്ല എന്ന് അറിയില്ലേ കൊച്ചാപ്പി? പെണ്ണൊന്നും പാടില്ല. സൈറുകുട്ടി പാട്ട് പാടിക്കോട്ടെ, ഡാൻസ് വെച്ചോട്ടെ, അതൊന്നും അല്ല ഇമ്പോർട്ടന്റ്. നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് കാര്യങ്ങളുടെ ലൈഫിൽ. അതെ, ഓക്കെ, ഇപ്പൊ വരാം. അല്ലേ ഏതോ സൈറുകുട്ടി പാട്ട് പാടുണ്ട്, അത് എന്തോ ഭയങ്കര അർജന്റാ, നോക്കിട്ട് വരാം. എന്നാ പിന്നെ നോക്കാം. അതെ, തൽക്കാലം നോക്കാം. പക്ഷെ ഇനി അങ്ങോട്ട് ഇങ്ങനെ ആയിരിക്കൂല, ഇപ്പൊ കുഴപ്പമില്ല. അതെ ഇത് ലാസ്റ്റ് നോക്കില്ല. അല്ല ലാസ്റ്റ് എന്നല്ല, അത് അല്ല ഗേൾസ് ആയി സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളൊരു ഇത് സൂക്ഷിക്കണം, മനസ്സിലായോ? വെർജിനിറ്റി അല്ല, അതല്ല, വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. എവിടെ സൈറുകുട്ടി? സുന്ദരന്റെ വരവോർത്തിരിക്കും ഒരു സുന്ദരി പെണ്ണു നീ, കാമുകന്റെ വില കാത്തിരിക്കും ഒരു കാമുകി പെണ്ണു നീ, സുന്ദരന്റെ വരവോർത്തിരിക്കും ഒരു സുന്ദരി പെണ്ണു നീ, കാമുകന്റെ വില കാത്തിരിക്കും ഒരു കാമുകി പെണ്ണു നീ. കൊച്ചാപ്പി, മിസ്റ്റർ കൊച്ചാപ്പി, ഇങ്ങോട്ട് അതെ, ഇങ്ങോട്ടോ. സൈറു ഇല്ല, അറിയത്തില്ല. എനിക്ക് കാണുന്നില്ല, എനിക്കും കാണുന്നില്ല. കേക്കാം. എങ്ങനെ നിക്കാനോ? പ്രണയമോ ശലഭമായി. എന്താ വോയിസ് അല്ലേ? നമ്പർ മേടിച്ച് ഷമീർക്ക, നമുക്ക് എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടി വിളിക്കാം. അല്ല വേണ്ട, നമ്പർ വേണ്ട. നമ്മുടെ ഫ്രണ്ടാ സൈറോ, നമ്മുടെ ഫ്രണ്ടാ. ആണോ? സൈറോ വിനോദന്റെ നമ്പർ കൊടുക്കാം, നമ്മള് വിളിക്കാം. ഷമീറാണോ? അതെ അതെ അതെ, അതാരാ? എടാ ഞാനാണ് സീജെ. നമ്മളെ പഴയൊരു പരിചയമുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞേരാ. സൈറോ ഒന്ന് റിഫ്രഷ് അടിക്കോ? എനിക്കൊന്നും എനിക്ക് ക്യൂരിയോസിറ്റി കുറച്ച് കൂടുതലാ. എന്താ സംഭവം? എന്താ? അടാ അത് നമ്മള് പണ്ടൊരു പരിചയമുണ്ട്, ഞാൻ എന്റെ പേരൊക്കെ മാറ്റിയതാണ് ഇപ്പൊ. പണ്ടത്തെ പേരെന്താ? പണ്ടത്തെ പേര് ഓസിയാണ്, പറയണോ? പറഞ്ഞോ, കുഴപ്പമില്ല. മെട്രോ മലയാളി. മെട്രോ മലയാളിയോ? പണ്ട് ഇതിന്റെ തൂക്ക് ചൂടി മുൾപുള്ളികൾ നിർത്തിയിട്ട് അങ്ങനെ ഒരു സീൻ ഉണ്ടായില്ലേ? എവിടെ? ഏത് ഇതിലെ ആ സീനില്ല? എടാ അത് കൊറേ മുന്നേടാ. തോക്ക് നീ അപ്പൊ ഫാമിലി ആണോ? അല്ലല്ല, ഞാൻ സിറ്റിസൺ ആണ്. അപ്പൊ മുമ്പ് തന്നെ എങ്ങനെ തോക്ക് ചൂണ്ടി നിർത്തിച്ചോ? എടാ അത് പണ്ടൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ,
നിങ്ങളെ ഇതില് റേഡിയോ കയറി എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടായില്ലേ? ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലായി. നമ്മൾ എന്നിട്ട് മറ്റേ ഇവിടെ കൊണ്ടുപോയിട്ട് ഞാൻ തോക്കൊക്കെ ചൂണ്ടി എത്തിച്ചേ. അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. ഞാൻ അത് മാറ്റിയടാ. എന്റെ ഇപ്പൊ അതല്ല ചാനല്, ഇപ്പൊ എന്റെ വേറെയാണ്. ഞാൻ അത് മാറ്റി. ആണോ? ഇപ്പൊ അപ്പൊ നന്നായോ? ഇപ്പൊ ഞാൻ അങ്ങനെയുള്ള പ്രശ്നത്തിനൊന്നുമില്ല. ഞാൻ കേരള കുറവാ. പക്ഷെ നിന്റെ ഹെയർ സ്റ്റൈൽ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ആണോ? ഇപ്പൊ ലൈവ് ഇതാണോ? തത്സമയാണോ? തൽസ. സെറ്റ്. എന്താണ് താരയില്ലേ? തരണ്ടാവും. ശരി. എടാ, ഇപ്പൊ സിറ്റിയില് ഒരു ട്വിൻസ് വന്നിട്ടുണ്ട്, ബോസിയും സൂസിയും. നീ പരിചയപ്പെട്ടോ? ഞാനിപ്പം അങ്ങനെ ഗേൾസ് ഒന്നായിട്ട് അധികം ഇടപെടാറില്ല. അയ്യേ, അതെന്താണ്? അതൊക്കെ തിരിച്ചു വരണം. ബാക്ക് കണ്ടോ? അല്ല, അതല്ല, ഞാൻ വേറൊരു മിഷനില്ല. അതെയോ? മാറണോ? അല്ല മാറൊന്നും വേണ്ട. അല്ല അങ്ങനല്ല, ഇത് കണ്ടോ? ഇത് നീ കസ്റ്റം ചെയ്തെടുത്തിയാണ്. നിങ്ങക്ക് വേണ്ടി ചെയ്തല്ലേ? അതൊക്കെ വേണ്ടിട്ടല്ല, നിങ്ങളൊക്കെ കണ്ടിട്ടാണല്ലോ നമ്മളിതൊക്കെ ചെയ്യുന്നേ, അതുകൊണ്ട്. ആണോ? അതുകൊണ്ട് താങ്ക് യു ബ്രോ. നമ്പർ ഒന്ന് തരുമോ? അല്ല, മുമ്പ് ഞാൻ നിന്നോട് എന്തെല്ലോ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവും. എല്ലാം ആയിട്ടില്ല, സ്പിരിറ്റിൽ എടുക്കണേ. നമ്പർ ഞാൻ എന്റെ നമ്പർ ഷെയർ ചെയ്യാം. ഒരു ദിവസം ഒരു കുട്ടി ഒരാളോട് നിങ്ങളുടെ ടിപി ഭയങ്കര ക്യൂട്ടാ, നമ്പർ വെച്ചിട്ടുണ്ട്. അതാ അപ്പുറത്തുനിന്ന് പുഷ്പിക്കുന്നുണ്ട്. എങ്ങനെ? നമ്പർ അയച്ചല്ലോ. അത് കിട്ടി? എനക്ക് അയക്കാൻ പറ്റുന്നില്ലല്ലോ. അല്ല, നിന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട് സീജെ. കിട്ടി. കിട്ടി. അമ്മ അതറിയില്ല, ഇപ്പൊ ഇവിടെ സീജെന്ന് വന്നു. അമ്മ കിട്ടിയാണോ ഇല്ലെന്ന് അറിയില്ല. അല്ല, അയച്ചിട്ടുണ്ട്. ആണോ? പൊളിക്കണം. പൊളിച്ചേ പറ്റും. ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നുണ്ടോ? ഞാനിവിടെ മുതുക്കിലുണ്ടല്ലോ. ബേബി, നിന്റെ ബേബിനെ ഒന്നൊക്കെ കാണണം. എവിടെയാ? ഓക്കെ, വിളിച്ചിട്ട് വാ. മുതുക്കില് ഇവിടെ ഉണ്ട്, ബീച്ച് സൈഡ് ഉണ്ട്. ചിലപ്പോ ഞാൻ ഇവിടുന്ന് മാറിയാ ഞാൻ അങ്ങോട്ട്. ശരി, ഓക്കെ. കൊച്ചാപ്പി, അതെ, ഒരാളെ കൊണ്ട് ഡ്രസ് വാങ്ങാനൊക്കെ ആയിട്ട് പോയിട്ട് നമുക്ക് ഇവിടെ അയച്ചപ്പാ. കാരണം ആ കുട്ടി എന്റെ മുന്നിൽ ഫുള്ള് പറയണ്ടല്ലോ. ഏത് കുട്ടി? ഈ കുട്ടി സൈഡ് വണ്ടി ഒപ്പിക്ക്. വണ്ടി ശരിയാവൂല, മോശമല്ലേ? അല്ല, സൈറുമായിട്ട് എന്താ? അല്ല, നമുക്ക് കുറച്ചൊക്കെ പോവാം. സൂര്യ, ഒരു മിനിറ്റ് കൊച്ചാപ്പി, ഒറ്റ സെക്കൻഡ്, ഞാൻ ഇപ്പൊ വരാം. പോക്കിരാജ, ഇതാ ഞാൻ ഒരാളെ മീറ്റ് ചെയ്ത് തരാം. ഇങ്ങോ ഇതാണ് ഞാൻ നേരത്തെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, മറ്റേ സൂര്യ. സൂര്യ അവന്റെ ഗേൾ ഫ്രണ്ട്. ഇതാണ് അവന്റെ ഗേൾ ഫ്രണ്ട്. കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? 5. സൂര്യക്കോ? 8 വയസ്സ്. 8? അറിയില്ല, അമ്മായിട്ട് ചോദിക്കണം. അറിയില്ലേ? ഇതെങ്ങനെ? കുട്ടിക്ക് എന്താ സൂര്യയിൽ ഇഷ്ടപ്പെട്ടെ? എന്താ ഇഷ്ടപ്പെട്ടെ? വണ്ടി ഇടിച്ച് നമുക്ക് വേദം. ഇല്ല, കുഴപ്പമില്ല. അതായിരുന്നു നല്ലത് ഈ അവസ്ഥയിൽ. എനിക്കൊന്നും ചോദിക്കില്ല. ഷമീർ ഒന്നും ചോദിക്കട്ടെ, ചോദിച്ചോളൂ. ഞാൻ പോവാ. ഇല്ല, താരിപ്പം വരും. ഞാൻ ഇപ്പൊ ഒറ്റക്കല്ലടാ, ഇപ്പൊ മാറി വരുന്നുണ്ട്, റെഡി ആവുന്നുണ്ട്. അപ്പൊ സൂര്യ, ഞാൻ പോയിട്ട് വരാടാ. വിളിച്ചാ മതി കേട്ടോ എന്തെങ്കിലും. ഓക്കെ. ഇതെന്താ? രാജ, എന്താ പ്രശ്നം? എന്താ ചോദിച്ചാ? എന്താ പ്രശ്നം നോക്കി ചോദിക്കേ.
അയ്യോ അടിയാ പോലും വണ്ടി എടുത്ത് ഓടിക്കോ. അടിയാ, വാ പോവാ. ഏതാ വണ്ടി? രാജാ വണ്ടിയുടെ ഇതെന്താ കളിക്കുന്നിവൻ? രാജാ വണ്ടിയുടെ ഇവനാണല്ലോ ആദ്യം ഓടിയത്. അതെന്താ ഇവ കളിക്കുന്ന? നിങ്ങളൊരു ഗാങ്സ്റ്റർ ഒക്കെ ഞാൻ വിചാരിച്ചേ. രാജാ ചെറിയൊരു നമ്മള് ഗാങ്സ്റ്റർ ആന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീയാണല്ലോ ആദ്യം ഓടിയത്. നീ വല്ല മാസെല്ലാം പറഞ്ഞല്ല. നീ എന്തോ പോക്കിരി രാജാ മറ്റേതെന്നല്ലോ. ഞാൻ ഇപ്പൊ ഒറ്റയ്ക്കല്ലേ. എന്റെ പിള്ളേരുണ്ടെങ്കിൽ പിന്നെ ഞാൻ തിരിച്ചടിച്ചനെ. ഏതാ നിന്റെ പിള്ളേര്? എന്റെ പിള്ളേര് കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഒന്ന് കണ്ടില്ലേ? അത് ട്രാവലർ വാനിലൊക്കെ വരാറുള്ളത്. ട്രാവലർ വാനിൽ നിങ്ങൾക്ക് ട്രിപ്പ് പോകാൻ കൊള്ളാം. വേറെ ഒന്നും കാര്യമൊന്നുമില്ല. വാ നീങ്ങി വാ. എന്നാ വാ, ഞാൻ തിരിച്ചടിച്ച് കാണിച്ചു തരാം. അയ്യോ വേണ്ട രാജാ, വെറുതെ മാസ് കളിച്ച് നീ ഊമ്പണ്ട. വാ കഴിഞ്ഞിട്ടില്ല അത്. കൊച്ചാപ്പിയുടെ കൊച്ചാപ്പിയുടെ അവര് കൊച്ചാപ്പിനെ വിളിക്കട്ടെ. നീ വണ്ടി എടുക്ക് രാജാ. വണ്ടിയെട്. കൊച്ചാപ്പിയോ? കൊച്ചാപ്പിനെ നമുക്ക് വിളിക്കാം. അവൻ എങ്ങോട്ട് പോയിന്തോ. എവിടെ വിളിച്ചു നോക്കട്ടെ. ഹായ് ബ്രോ. ഷമീർ. കാണോ? അതെ. ഹലോ കൊച്ചാപ്പി എവിടെ? ട്രൗസറോ? കൊള്ളാം. അടിപൊളി പേര്. എന്താ ചെയ്യാ? ഇങ്ങനെ നടക്കുന്നു. ഞാനിങ്ങനെ ചുമ്മാ നടക്കുവാ. വരട്ടെ? വരാൻ നമ്മളിപ്പോ ഓൾറെഡി വണ്ടിയിൽ ആള് ഫുള്ളാ. ബ്രോന്റെ നമ്പർ തന്നേക്ക്, ഞാൻ വിളിക്കാം. ഞാൻ വിളിക്കും ബ്രോ. ഞാൻ അങ്ങനെ ഞാൻ പറയുന്ന വാക്കേ കൊടുക്കാറുള്ളൂ, കൊടുക്കുന്ന വാക്കേ പറയാറുള്ളൂ. രാജാ சொல்றதா செய்வா, செய்யறது மட்டும் தான் சொல்லுவா. രാജാ വണ്ടിയുടെ വണ്ടി അപ്പുറത്ത്. മാസങ്ങളല്ലേ വണ്ടിയുടെ പെട്ടെന്ന്. വണ്ടി അപ്പുറത്തിന്റെ വെള്ള നമ്മള് കുറച്ച് പരിപാടി പോയില്ല. നമുക്ക് പെട്ടെന്ന് സ്ഥലം കോമഡി ആണല്ലടാ. അപ്പൊ ശരി ബ്രോ, കാണാം. ഹലോ. ശരി. ഓക്കെ. നീ വണ്ടി എടുക്കാന്ന് പറഞ്ഞിട്ട് കൊറേ സമയമല്ലേ രാജാ? വണ്ടി എടുക്കേ. വണ്ടി അവിടെ വെയിറ്റിംഗ്. കൊച്ചാപ്പി എവിടെ? വെള്ള ജീപ്പ്. നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോകണം, അല്ലെങ്കിൽ ഇപ്പൊ കത്തും. വാ വണ്ടി എടുക്ക്. വണ്ടി കയറി. എത്തി. ഇത് സൈറുവിന്റെ വണ്ടിയാ. സൈറു ഇപ്പൊ വരും. സൈറുണ്ടാ? വരട്ടെ. വണ്ടി എടുക്കാൻ പറ്റുമോ? ഞാൻ സൈറു വരുമ്പോഴത്തേക്ക് നമ്മള് ചാവോ? ഷമീറ ഓടിക്കുന്നത്. ഇല്ലില്ല. അയ്യോ സൈറുവിന്റെ വണ്ടി ഉള്ളതാ ഞാൻ ജീവനോട് ഇരിക്കണേ. അല്ലെ എന്നെ അവര് കത്തിച്ചേനെ. സിറ്റിയില് മൊത്തത്തിൽ എന്താ ചെയ്യാറ് എന്ന് ചോദിക്കാം. സിറ്റിയിல பிசினஸ் இருக்கு. കത്ത് വെക്കാം. അപ്പൊ என்ன பிசினஸ்? ഇവിടത്തെ எங்க அப்பாக்கு பம்ப் இருக்கு. எனக்கு ஒரு 40 கார்ஸ் இருக்கு. ജോയിന്റ് ബിസിനസ് ആയി വരും. எஸ் சூப்பர். உன் அப்பா பேர் என்ன? சந்திரபோஸ் அப்பா பேர். சந்திரபோஸ். டிவி சந்திரபோஸா? അതെ. ബാ. ഗെറ്റ് ഔട്ട്. ഈ വണ്ടി വേണ്ട, വേറെ വണ്ടി എടുക്കാം. എന്നാ ബാ. മിക്കവാറും കത്തും. ഗാരേലോട്ടോ. எப்படி நம்பர் தரா? ഫുൾ കോമഡി ആണല്ലോ മൊത്തം.
ഞാൻ എടുക്കണോ? എന്റെ ഉണ്ട് വണ്ടി. ആ വണ്ടി ഇടും വണ്ടി ഇടും വണ്ടി ഇടും. ആ ഓക്കെ എടുത്തോളാം. കുറച്ച് മാസം കൊണ്ട് അല്ല അപ്പൊ നിന്റെ ഇവള് വരണ്ടേ? ആരാ? സൈറ? സൈറു അവിടെ ആ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാന്നാണ്. അവിടെ അത് ടി വി ആണെന്ന് തോന്നുന്നു. കാരണം പിന്നെ ഇപ്പൊ ഒരു സൗണ്ട് ഉള്ള ഒരാളെ അവിടെ കണ്ട്. അല്ലെങ്കിൽ സൈറു വേണ്ടല്ലോ. അല്ല അപ്പൊ ഡ്രസ് മാറണം എന്ന് പറഞ്ഞാൽ സൈറുവിന് ഡ്രസ് മാറാനാണോ? ആ എനിക്ക് അയ്യോ നിനക്ക് എക്സ്പ്ലെയിൻ ചെയ്തില്ല. അല്ലല്ല അവൾക്ക് തന്നെ. എനിക്ക് അവിടെ കാണുമ്പോ ഫുള്ള് എന്താ. എന്നാ ഇന്നലെ നീ പറഞ്ഞ സ്പോട്ടിലേക്ക് നമുക്ക് പോവാം. ആണാ? ആ എവിടെ? ചില്ലാടോ? ചില്ലാട് പോവാം. ഇന്നലെ ബാലേട്ടൻ പറഞ്ഞു. ബാലേട്ടനോ? ബാലേട്ടൻ ഇന്നലെ ബാലേട്ടൻ സ്ഥലം പലേറ്റോ? ബാലേട്ടൻ എന്റെ പൊന്നെ. എന്നാ പലേട്ടോ എന്നാ അങ്ങോട്ട് പോവാം. ആ വാ അങ്ങോട്ടേക്ക് വാ. ബാലേട്ടൻ അല്ല അപ്പൊ കൊച്ചാപ്പി ഇപ്പൊ റിലേഷൻഷിപ്പ് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ അന്ന് ചിക്കനാണ്. കണ്ടോ എന്താ രാജ കണ്ടോ? എന്താ എന്ത് ഇതേപോലെ സിഗ്മയാണോ നീയും? അല്ല രാജൻ എന്താ അറിയോ? അല്ല ഞാൻ സിഗ്മയൊന്നല്ല, പക്ഷെ ഞാനൊരു വൺ വുമൺ മാനാണ് ഞാൻ. അല്ല മുമ്പ് കുറച്ച് വെളിത്തരെല്ലാം ഉണ്ടായിരുന്നു, ഇപ്പൊ മാറി. മാറിയാ? മാറി. അല്ല നോക്കുമ്പോ ഒരാളെ നോക്കാവുള്ളൂ, അതല്ലേ മര്യാദ. അല്ല അതെ ഇത് തന്നെ മര്യാദ. പക്ഷെ ഞാൻ നോക്കാനല്ല, ഞാൻ ജസ്റ്റ് വെറുതെ ചില്ല് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് രണ്ട് ഗേൾസിന്റെ കൂടെ പോവായിരുന്നു. ആ ഒരു ടൈപ്പ് ഓഫ് ഇത് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതുമില്ല. അത് ഓള് കുറച്ച് സീനാക്കി. ഓള് സീനാക്കിയല്ല, മൊത്തത്തിൽ എനിക്ക് തന്നെ തോന്നി അത് ഓള് പറയുന്ന കാര്യമാണെന്ന് തോന്നി. എന്താ പറഞ്ഞേ? നമ്മളൊരു ബ്രേക്കപ്പിന്റെ വക്കിലെല്ലാം എത്തിയതായിരുന്നു, പിന്നെ ഒന്ന് പാച്ചപ്പായി വന്നത്. ഇനിയും വെറുതെ അതുകൊണ്ട് മാത്രമല്ല. പാച്ചപ്പായി. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല ഞാൻ രാജനോട് പറയുന്നത് എന്താ അറിയോ? രാജോ നിങ്ങക്കിപ്പോ ആ ഇതുണ്ടോ? ഏതൊരു പെണ്ണുമായിട്ട് പ്രേമിച്ച് നടക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടോ? എനിക്ക് അങ്ങനെ എനിക്ക് ഉമ്മുകുൽസിനോട് ഇപ്പോഴും ചെറുതായിട്ടൊരു അത് പോണില്ല. ബാക്കിയെല്ലാം ഓക്കെ, ബാക്കിയെല്ലാം വിടാം. ഉമ്മുകുൽസിന്റെ നമ്പർ ഉണ്ടോ? ഉമ്മുകുൽസ് നമ്പറൊക്കെ ഉണ്ട്, പക്ഷെ ഒരു മാസമായി വന്നിട്ട്. എന്നാ പിന്നെ വിടറാ. അങ്ങനെ വരാത്തവരെ നോക്കിട്ട് എന്താ കാര്യം? നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു പെണ്ണിനെ സെറ്റ് ആക്കി തരാം. പക്ഷെ നീ ഒരു 3 days അവളെ പ്രണയിച്ചിട്ട് പിന്നെ നീ അതോടുകൂടി അത് മതിയാക്കണം. അല്ല അങ്ങനല്ല, നീ പ്രേമിച്ചോ. പക്ഷെ എടാ അങ്ങനല്ല പറയുന്നത്. ഞാൻ പറയുന്നത് എന്താ, ഞാൻ മൊത്തം കാര്യങ്ങൾ ഞാൻ പറയുമ്പോ നിനക്ക് മനസ്സിലാവും. അങ്ങനല്ല, അതല്ല. അതായത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ രാജന്റെ മിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ സെറ്റ് ആക്കുക എന്നുള്ളതാണ്. ആ മിഷൻ ഞാൻ ഇവന് സെറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ആ മിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു മിഷൻ പറയും. മനസ്സിലായോ? അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ പറഞ്ഞ ഗേളെല്ലാം ഒരു സൈഡിലേക്ക് വെച്ച് അതിനായിട്ട് നീ നിക്കണം. മനസ്സിലായോ? 3 ദിവസം അല്ല, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. നീ പ്രേമിച്ച് മതിയാകുന്ന അല്ലെങ്കിൽ ആ ഒരു ടൈം മതിയാകുന്നവരെ അതെ മതിയാകുന്നവരെ പ്രണയിക്കാം. നീ പ്രേമിച്ചോ, പ്രേമിക്കുന്നതിന് ഞാൻ എതിരല്ല. നീ പ്രേമിച്ചോ, എന്ത് വേണമെങ്കിൽ ചെയ്തോ. പക്ഷെ ഞാൻ നിന്നെ വേറൊരു അതിലും വലിയൊരു കാര്യം ഞാൻ പറയും. മനസ്സിലായോ? അപ്പൊ അത് നീ തന്നെ ഓട്ടോമാറ്റിക്കലി ചെയ്യും. അതിനുള്ളൊരു ക്വാളിറ്റി ഞാൻ നിന്നിൽ കാണുന്നുണ്ട്. മനസ്സിലായോ? പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. എന്താ? ഞാൻ പറഞ്ഞുതരാം. പറയാം. ആണോ? നമ്മുടെ സ്പോട്ടിൽ എത്തട്ടെ. നമ്മളെത്താനായോ? ചെറിയൊരു സാഡ് ന്യൂസ്. പറഞ്ഞോ. ഒന്ന് വണ്ടി സൈഡാക്കണം. നിർത്താം. പോയി. ഹലോ പറഞ്ഞോ. ഇറങ്ങോ, പുറത്തിറങ്ങോ. ഓ എന്താ? പേരെന്താ? പേര് ഷമീർ. ഷമീർ, നൈസ് നെയിം.
എന്റെ പേര് മച്ചു, ബോംബെ മച്ചു. താങ്ക് യു ബ്രോ. ആ ഇതിലിങ്ങനെ ട്രാക്ക് കൂടുതൽ ഓടിക്കുന്ന കണ്ടിട്ടേ ഒരു കൗതുകം തോന്നിയതാ, അങ്ങനെ ശ്രദ്ധിച്ചതാണേ. അല്ല പെട്ടെന്ന് മൈൻഡ് ചെയ്തായി അപ്പൊ സ്ഥലം മറന്നുപോയി. നമ്മള് വിചാരിച്ചു എന്തോ അടിക്കാനായിട്ട് വേണ്ടിട്ടാണ്. ആ ഞാനും വിചാരിച്ചേ. നമ്മള് സംസാരപ്രിയരാണ്. എന്താ പരിപാടി? സിറ്റിയിൽ എന്ത് ചെയ്യുന്നു? സിറ്റിയിൽ കറന്റ് ഒന്നും ചെയ്യുന്നില്ല, ഇനി കുറച്ച് ചെയ്യണം. ഞങ്ങളിപ്പോ എങ്ങനെ നമ്മളിങ്ങനെ ഹണി തന്റെ സാധനം മേടിച്ചിട്ടേ വെക്കാൻ വേണ്ടി ഇങ്ങനെ പോയിരുന്നു. അപ്പാണ് ഇങ്ങനെ ഒരു വണ്ടി കണ്ടത്. ഇങ്ങനെ സംസാരിക്കുന്ന കേട്ടപ്പോ സംസാരിക്കണം തോന്നി. ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ബിസിനസ് ബ്രോന്റെ നമ്പർ ഒന്ന് തരുമോ? ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം. നമ്പർ തരാം. നിങ്ങളാണോ ഇവിടെ ഹോൾസെയിൽ ഹണി സെയിലിംഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ? അല്ല നമ്മള് പുറത്ത് ഉള്ളിലുള്ള ബിസിനസ് ആണ്, പമ്പ് കാര്യങ്ങള് അതുപോലെ. ഇല്ലീഗൽ പരിപാടി ഉണ്ടോ? ഇല്ലീഗല് നമുക്ക് സംസാരിക്കാം, ഒറ്റക്കൊറ്റക്ക് സംസാരിക്കാം. ഞാൻ വിളിച്ചോളാം. നമ്പർ വന്നൊരു മിനിറ്റ്. നമ്പർ ഞാൻ തന്നല്ലോ. കിട്ടിയോ? ഷമീർ കണ്ണൂർ. ഞാൻ വിളിക്കാം, ഒറ്റക്കുള്ളവരും വിളിക്കാം. നമുക്ക് ബിസിനസിനെ പറ്റി കുറച്ച് സംസാരിക്കണ്ടേ? ശരി. എന്തായാലും ഞാൻ അടുത്ത് ഇപ്പൊ കിട്ടുമായിരിക്കും അടുത്തത്. ഞാൻ വിചാരിച്ചെന്തോ അടിക്കാനായിട്ട് വേണ്ടി. ഞാനുള്ളപ്പോ അതൊന്നും പേടിക്കണ്ട. ഞാനില്ലേ, അതൊന്നും പേടിക്കണ്ട. വെള്ളം ഉണ്ടോ കയ്യില്? വെള്ളമുണ്ട്, ഫുഡ് ഉണ്ട്. എന്താ വേണ്ടേ? വെള്ളം വേണം. അയ്യോ വെള്ളം കഴിയൂലല്ലോ. ബാക്കിൽ ഉണ്ടാവുമല്ലോ, ബാക്കിൽ കുറച്ച് പോയിട്ട് 2 ഉണ്ടായിരുന്നു, അത് ഞാൻ തന്നിട്ടുണ്ട് വണ്ടിയിലിട്ട്. ഷമീർക്ക വെള്ളം ഇതൊക്കെ ഓക്കെ ആണോ? എങ്ങനെ? ഫുഡും വെള്ളം ഫുഡ് അത്യാവശ്യം ഉണ്ടോ? കുഴപ്പമില്ല ഉണ്ടല്ലോ. കോഫി കുടിക്കട്ടെ. നമ്മളെത്താറായോ? നമ്മളെത്താറ. നമ്മൾ ആ വഴിയിലോട്ട് പോകുന്നത്. നമ്മള് ഫുഡ് മേടിക്കട്ടെ. ഞാൻ വണ്ടിയിൽ ഇരുന്നോളാം. ഞാൻ ഒന്ന് മൂത്രം വെച്ചിട്ട് വരാം. എവിടെ ഈ പലേട്ടോ? അങ്ങ് ദൂരെ അവിടുന്ന് ഷോർട്ട് കട്ട് ഉണ്ട്. തല ഇറങ്ങല്ലേ? ഓക്കെ അല്ലേ? ഒന്നുമില്ലല്ലോ. അതൊന്നുമില്ല. ഈ ഷമറിനെ എടുക്കാൻ തന്നെ മാപ്പിന്റെ മറ്റേ അച്ഛൻ വരെ പോണ്ടി വന്നു. ഒന്നുമില്ല. അപ്പൊ രാജന്റെ എന്താ സാഡ് ന്യൂസ്? അത് കുറച്ച് പറയാം എത്തിട്ട് പറയാം. കൊറേ ആയി വന്നിട്ട്. പണ്ട് ഗേൾസിനെ കൂട്ടി വന്നായിരിക്കല്ലേ? നമ്മുടെ ഓരത്തിനെ ഓടിച്ചിട്ട് അടിക്കണ പരിപാടിയാ. ഒച്ചാപ്പിക്സ് ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ലില്ല, ഞാൻ സിഗ്മ അല്ലേ. ഇന്നലെ പറഞ്ഞത്? ഇന്നലെ എന്ത് പറഞ്ഞു? ഇന്നലെ എക്സ് ഉണ്ടായിരുന്നു, ഇനി ഇപ്പൊ തൊട്ട് സിഗ്മയാണെന്നൊക്കെ പറഞ്ഞത്. അങ്ങനെയല്ല, അതങ്ങ് പണ്ട് ചെറുപ്പത്തിലാണെങ്കിലും എക്സ് ഉണ്ടായിരുന്നല്ലോ. അതുണ്ടായിരുന്നു എന്നും പറഞ്ഞ അത് കൊറേ ആയി. ശരിയല്ലേ? അതൊക്കെ പറയാണ്ടിരിക്കുന്ന എങ്ങനെയുണ്ട് വഴികളൊക്കെ? വന്നുണ്ടോ? ചില്ലിയാട് റൂട്ടാണത്. വഴിയൊക്കെ മാറിപ്പോയോ? ഇതിന്റെ അവിടെ പ്രത്യേകത ചില്ലിയാട് നല്ല കാറ്റ്, നല്ല ഹൈറ്റ്, ഈ സിറ്റിയുടെ പകുതി മുക്കാലൊക്കെ കാണാം. ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പൊ ഇനി എന്റെ ഇവിടെ നടന്ന എല്ലായിടത്തും കാണിച്ചു. അതെന്തിനാ മനസ്സിലായി? നിങ്ങൾക്ക് നമ്മളെന്താന്ന് അറിയാം, മനസ്സിലായി. അതല്ല
ഇത് അഴിച്ചത്തി പിന്നെയും നമ്മുടെ ഇടയ്ക്ക് ഇവിടെ വേട്ടയാടാൻ. അയ്യോ ഇത് തന്നെ പോകുന്നേ, ഇതെന്താണ്? ഇതെന്താ? ഞാൻ പറഞ്ഞത് അഴിച്ചത്തി പിന്നെയും. നിങ്ങളെവിടെയാ? വണ്ടി നീങ്ങണ്ട. ബാബാ എന്താ നിങ്ങളെന്താ ഇറങ്ങാത്ത? അയ്യോ നമ്മളെല്ലാരും വണ്ടിയിലുള്ള ഞാൻ കത്തി. ഓക്കെ. തരരരേ 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 തരരരേ. ഷമീറ പുതിയ ഗ്യാങ് കണ്ണൂർ കിങ് അധോലോകം KKK. എന്താ KKK? ലീഡർ ഷമീർ, കോ ലീഡർ ജാസി, മമ്മു, ഗോഡ് ഫാദർ അസ്ഫാക്കോ. അങ്ങനെയൊന്നല്ല ഗൈസ്, അങ്ങനെയൊന്നല്ല. അത് ഞാൻ പറയാം. അല്ല മൂപ്പരെന്താ തിരക്കിലായിരിക്കും. തിരക്ക് കഴിഞ്ഞിട്ട് വിളിക്കും. നോക്കാം. തനനനേ തനനനേ തനനനേ. ന്യൂ ഗാങ് കണ്ണൂർ സ്ക്വാഡ് അധോലോകം. MRCയോ? അതെ. നോ ബ്രദർ, അങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പേരുവിട്ട് ഞാൻ ഇറങ്ങൂല ഒരിക്കലും. മനസ്സിലായോ? അതല്ല, അത് നെക്സ്റ്റ് ലാൻഡ് സിറ്റിയിലും ഗ്യാങ്സിലോട്ടില്ലായിരുന്നു. ഓക്കെ ഓ ബ്രാ. ഇന്റർനാഷണൽ ഇലക്ട്രിഫൈങ് PVP ആണോ RP ആണോ ഗ്യാങ്? PVP മാത്രമല്ല, PVP മാത്രമായിട്ട് നമുക്കൊരു ഗ്യാങ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം RPക്ക് RP ഉണ്ടാവും, PVP സൈഡും ഉണ്ടാവും. മനസ്സിലായോ? തരരരേ 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 തരരരേ. F47 ഫോർസ. അതെന്താ F47 ഫോർസ? KGF വേണ്ടായിക്കാം. ബിസിനസ് ചെയ്യാം. 1 വീക്ക് കൊണ്ട് ഗ്യാങ് കിട്ടും. നോക്കാം നമുക്ക് നോക്കാം. തരരരേ തരരരേ. MZF എനിക്കൊന്ന് കത്തലാന്നാ തോന്നുന്നത്. കത്തലാണോ? മൊത്തം ഫുൾ ടൈം കത്തലാണോ ഗൈസ്? ആണോ? ഫുൾ ടൈം കത്തലാണോ? KGF നോക്കാം. DLX മതി. DLXോ? DLXന്റെ അർത്ഥം എന്താ? DLX PVP മാത്രം മതി, RP വേണ്ട. അങ്ങനെ ഞാൻ ചെയ്യാൻ പറ്റും. അങ്ങനെ PVP മാത്രമായിട്ട് അങ്ങനെ ഒരിക്കലും പോകാൻ വേണ്ടി പറ്റൂല. മനസ്സിലായോ? PVP മാത്രമായിട്ട് പോകാൻ പറ്റൂല എന്നൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞുതരാം. മോസ്റ്റ്ലി ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നത് PVPക്കായിരിക്കും.
സെക്കൻഡറി RP ക്കായിരിക്കും, RP പ്ലേയേഴ്സിനായിരിക്കും. മനസ്സിലായോ? പ്രയോറിറ്റി എപ്പം PvPക്കാം. CP ചത്താ പച്ച. മമ്മു ജാസി എന്ത് ചെയ്യുന്ന? അവര് മുകളിലുണ്ട്, എന്താ ചെയ്യുന്ന അറിയില്ല. മുകളിലുണ്ട്. എന്താ ശരിക്കും നടക്കുന്നത് ഗൈസ്? എന്താ സിറ്റി എന്താ ഡൗണ്? സിറ്റി എന്താ ഡൗണ്? ഗോഡ് എന്താ പോയാ? ഐ തിങ്ക് മൊത്തം കത്തലാന്ന് തോന്നുട്ടോ. ഇന്ന് മുതൽ എന്നും 2 o'clock വരെ എങ്കിലും സ്ട്രീം ചെയ്യും ഷമീറ. നോക്കാം, നമുക്ക് കുറച്ചൊന്ന് ഇതും കൂടി നോക്കണം. ഇത് വെടിവെക്കാനും കൂടി ഒന്ന് പഠിക്കണം. പാട്ടല്ല, മറ്റേ ഇത് എന്താ പറയാ, എക്സൽ ഗോഡാവും. എന്താ നടക്കുന്നേ? ഇതെന്താ കത്തി നിക്കുന്ന? മൊത്തത്തില് എന്താ മൊത്തത്തിൽ കത്തി നിക്കുന്നത്? ആരും ലൈവും ഇല്ലേ? DLX കൂടെ ആരും ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരാൾ എന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞുതരാൻ നിൽക്കുന്നതാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പറ്റും. പിന്നെ എപ്പം വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്ത് സിറ്റുവേഷൻ വന്നാലും കയറുന്ന കാര്യമല്ലേ, അതൊക്കെ ഞാൻ കയറിക്കോളും. മനസ്സിലാവും? ആ സമയത്ത് ഈ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ബാക്കി ആരും ബോധിപ്പിക്കൊന്നും വേണ്ട, എനിക്ക് നിങ്ങളെ മാത്രമേ ബോധിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. ക്ലബ്ബൊന്നും കാര്യമില്ല. ക്ലബ്ബ് എന്ത് ക്ലബ്ബ്? ഗൺ പവർ ഇപ്പം ഞാൻ കുറച്ചായിട്ട് ഇതാക്കുന്നുണ്ട്. ഞാൻ റെഡി ആക്കും. മനസ്സിലാവും? ഞാനൊരു ലൈവിലിരുന്ന് ഗൺ പവർ സെറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ, പുറത്ത് ചെയ്യാൻ വിചാരിച്ചിട്ടാ. എന്നാലും നമുക്കങ്ങനെ ചെയ്യാല്ലേ, നോക്കാം. DRX എന്താ? DRXന്റെ ഫുൾ ഫോം എന്താ? MSA അങ്ങനെ പേരുകൾ വെച്ചിട്ടുള്ള പരിപാടിയൊന്നും എനിക്ക് താല്പര്യമില്ല. അങ്ങനെ പേരുകൾ വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും താല്പര്യമില്ല. നല്ല കാര്യോടാ. മാപ്പ് ലൊക്കേഷൻ നമ്പർ വല്ലതും ഉണ്ടോ? വണ്ടി ഉണ്ടോ? മാപ്പിൽ ലൊക്കേഷൻ ഞാൻ ജനിച്ച വർഷത്തിന്റെ അടുത്ത് 2001. വണ്ടി ഉണ്ടോ? വണ്ടിയില്ല. ഞാൻ ഇവരുണ്ടായിരുന്നു എന്റെ കൂടെ. ഞാൻ അവരൊന്ന് വിളിച്ചു നോക്കട്ടെ. നീ എവിടെ? ഹലോ എടാ ഏതോ ഒരു കുറ്റിക്കാട്ടി നിക്കുവാ. നിക്ക്, ഞാൻ വരാം, നീ വെയിറ്റ് ചെയ്യ്. ഓക്കെ ശരി. എടാ ഇതെന്താ? രാജ പോയി, വണ്ടിയെല്ലാം പോയി. നീ എന്ത് ഇങ്ങനെ നിക്കുന്നേ? ഇതെന്താ രാജ? നീ ഡ്രസ്ഡ്, നീ മാസം. ഇവിടെ നല്ല പ്രൈവറ്റ് സ്പേസ് ആണ്. പ്രൈവറ്റ് സ്പേസ് അല്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. കൊച്ചാപ്പി വരുന്നവരെ ടൈം ഉണ്ട് നമുക്ക്. അതിന് അല്ല, കൊച്ചാപ്പി വരുന്നവരെ എന്തെങ്കിലും ചെയ്യണ്ടേ? വണ്ടിയില്ല എന്തായാലും തിരിച്ചു പോവാൻ. എന്ത് ചെയ്യാൻ? നീ എന്താ ഉദ്ദേശിക്കുന്ന? ഞാൻ ഒരു കാര്യം പറയട്ടെ, നിനക്ക് ഞാൻ പെണ്ണ് ഞാൻ സെറ്റാക്കി തരാം. എന്തായാലും നമുക്ക് മനസ്സിലായി. എനിക്കിപ്പോ മനസ്സിലായി. ഇത്രയും കാലം ഞാൻ അങ്ങനെ എനിക്കിപ്പം പെട്ടെന്ന് കിട്ടി, മനസ്സിലായി.
അല്ല നമ്മള് എന്തായാലും മൂഞ്ചി, നമുക്ക് വണ്ടിയൊന്നും ഇല്ല, എല്ലാം പോയി. അല്ല കൊച്ചാപ്പിയുടെ നമ്മളൊന്നും ഇല്ലാത്തടത്തുനിന്നല്ലേ തുടങ്ങിയ രാജാ. അല്ല ഞാൻ റിച്ചാ. ആ വണ്ടി വിളിക്കാം, റോഡ് വരെ നടന്നാ മതി. വാ. അല്ല വണ്ടി വരുന്ന ഒച്ചേക്കുന്നു ഇല്ലല്ലേ? ഇവിടുന്ന് തോന്നിയിരിക്കും. റോഡിൽ അല്ല എത്തിയിട്ട് വണ്ടി വരും. കൊച്ചാപ്പി ഇടയില്ല അപ്പൊ? കൊച്ചാപ്പിനൊന്നും കാണാനില്ല. ഞാൻ ഇവിടെ ഇറങ്ങാൻ പോവായിരുന്നോ? കൊച്ചാപ്പിന്റെ നമ്പർ ഉണ്ടോ? നിന്നതാ. നമ്പറൊക്കെ ഉണ്ട്, പക്ഷെ ആള് ഇവിടെ ഇല്ല, കിട്ടില്ല. ആണോ? ഒന്ന് വിളിച്ചു നോക്കിയേ. ഇല്ല, ഇവിടെ ഇല്ല. ആണോ? എന്നാ ഞാൻ എന്നാ മുകളിൽ അല്ല, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അല്ല കൊച്ചാപ്പിയും കൂടി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുന്നായിരുന്നു. കൊച്ചാപ്പി വരും. കൊച്ചാപ്പി ഇന്നലെ പറഞ്ഞത് ഈ സമയത്തൊക്കെ ഉണ്ടാവുന്ന വരുമായിരിക്കും. എന്നാ വെയിറ്റ് ചെയ്യാം. സൂക്ഷിച്ച് നടക്കണേ, സ്ലിപ്പാവും. ആ അയ്യോ, ഇതിനേക്കാൾ സ്പീഡിലുണ്ടല്ലോ. RIP സെറ്റിംഗ് നമ്മള് കണ്ടടാ, നമ്മള് സംസാരിച്ചായിരുന്നു. ഇതൊരു ക്യാരക്ടർ തന്നെ കേട്ടോ ഇയാള്. ഞാൻ തന്നെ ഫസ്റ്റ്. ഞാൻ തന്നെ ഫസ്റ്റ്. എടാ നിക്കടാ, ഇനി വണ്ടി എടുക്കാം. നിക്ക് നമുക്കൊരു റേഡിയോ ഉണ്ടാക്കാം. ആ ഓക്കെ, ഇത് എങ്ങനെയാണ് റേഡിയോ എടുക്കല് വിളി? ഞാൻ മറന്നല്ലോ. വെയിറ്റ്. ഇപ്പൊ ഉള്ള റേഡിയോസ് എല്ലാം കളാ കേട്ടോ. ഇപ്പൊ ഉള്ള റേഡിയോസ് എല്ലാം ഡിലീറ്റ് ആയി കളാം. നമുക്ക് പുതിയൊരു റേഡിയോ ഉണ്ടാക്കാം. ഇപ്പൊ ഉള്ളതൊന്നും കളയാൻ പറ്റില്ല, ഇത് ക്ലബിന്റെ റേഡിയോ. അല്ല അതല്ല, വേറെ ബാക്കിയില്ലാത്ത വേണ്ടാത്ത അൺവാണ്ടഡ് ഉണ്ടെങ്കിൽ എത്രയാ? നമുക്കൊന്ന് പുതിയ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇതെങ്ങനെ ഡിലീറ്റ് ചെയ്യലോളി? ഡിലീറ്റ് ഒന്നും ചെയ്യണ്ട, പുതിയ ഉണ്ടാക്കിയാൽ മതി. എന്നാ പിന്നെ വെഹിക്കിൾ 666 വണ്ടി എവിടെ? പാസ്വേഡും 666 പാസ്വേഡും 666. 666 വണ്ടി കാണാനില്ല, നമ്മള് പെട്ടു. വണ്ടി വരും, വണ്ടിയെല്ലാം വരും, വെയിറ്റ് ചെയ്യും. കിട്ടി വണ്ടി വന്നു അപ്പുറത്തുണ്ട്. ഇത്ര 666 അല്ലേ? ഓക്കെ. പേര് കൊടുക്ക്. ഞാൻ ഇട്ട് ഓർഡർ ചെയ്യും. രാജാ, ഹലോ രാജാ ചത്ത. എന്താ? അയ്യോ, ഇത് 2 റേഡിയോ. ഇത് എത്ര റേഡിയോ ആണ്? ഇത് വേണ്ടാത്ത റേഡിയോയിൽ എങ്ങനെ ഇത് കളയലോ വെറുതെ? ഇതൊന്നും കളയാൻ പറ്റൂലേ? റിമൂവ് ഫ്രം പ്രൈവറ്റ്, ഡിസ്കണക്ട്. ഹലോ ബ്രോ. ബ്രോ ഹലോ, പറഞ്ഞോ. ഹലോ ബ്രോ. നമ്മള് വണ്ടി ഇല്ലാണ്ട് ഇവിടെ കുടുങ്ങി നിൽക്കാം. ഒരു മിനിറ്റ്. രാജാ വണ്ടി കിട്ടി. ഇതെവിടുന്നാ? വണ്ടി കിട്ടി. വേണ്ട ബ്രോ, താങ്ക് യു. രാജാ, അത് ഇതിലോട്ട് എന്തോ ലോഡ് കൊണ്ട് പോകുന്ന ആളാ. അല്ല, അത് ആണോ വണ്ടി? ആണാണ്. ആണോ? കണ്ടിട്ട് ഉറപ്പാണോ?
ആ ഉറപ്പാ. ആ കൊച്ചാപ്പി എത്തി, കൊച്ചാപ്പി എത്തി. കേറ് നമുക്ക് കൊച്ചാപ്പി പിക്ക് ചെയ്യാം. ഹലോ കൊച്ചാപ്പി, ഹലോ കൊച്ചാപ്പി, എവിടെ ഹലോ കൊച്ചു. കൊച്ചു ആ ഇപ്പൊ കേൾക്കാം. ആ വണ്ടി കിട്ടി നമുക്ക്. എവിടെയാ? അവിടെ തന്നെയല്ലേ? ഒന്ന് മറ്റേ ലൊക്കേഷൻ ഷെയർ ചെയ്യാം, ഞങ്ങൾ വരാം. ഇവിടെ എവിടെ ഒന്നുമല്ല നമ്മൾ ഇറങ്ങിയത്. അതെ 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 അതെ. നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ റേഡിയോയില്. അതെ അതെ. നിങ്ങൾ ഇവിടെ തന്നെ കിടന്നുറങ്ങുവാണോ? അല്ല നമുക്ക് നമുക്ക് ഇവിടുന്നാ സംസാരിക്കണ്ടേ? എവിടുന്നാ? വീണ്ടും കത്തോ? ഇല്ലെന്ന് തോന്നുന്നു, തൽക്കാലം ഇല്ലെന്ന് തോന്നുന്നു. ഇത് ഓഫ് റോഡിംഗ് വെഹിക്കിൾ. ആ ട്രക്കിലെങ്ങാനും കേറാനേ ഉണ്ടായിട്ടുള്ളൂ, ഈ മണ്ടന്റെ കൂടെ കേറിയിട്ട്. വേണോന്ന് വെച്ചാ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ആ പമ്പിലെ ട്രക്ക് വെച്ച് ഇത് കയറാൻ പറ്റില്ല. ആണോ? ആ ഇത് അതിനൊക്കെ ഈ വണ്ടി പറ്റുള്ളൂ. എങ്ങടാ ഞാൻ പോണ്ടേ? ആ മല 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 ഇതല്ലേ മല? ഇനിയുണ്ട്, വന്നിട്ടില്ലല്ലോ. പയ്യെ പോയില്ലെങ്കിൽ ശരിയാവില്ല, അതുകൊണ്ട് പറഞ്ഞ പയ്യെ വലിയ മലയാ. കൊച്ചാപ്പി ഒരു റേഡിയോയില് കയറും. 666 പാസ്വേഡ്. പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, എന്റെ മൈക്ക് മ്യൂട്ടായിട്ടാ കാണിക്കുന്നത്. ഷമീറിന്റെ പേര് ഷമീർ. പോയി ഇതാ പറഞ്ഞത് ഇതാണ് പഠിക്കണം എന്ന് പറയണം. മുതിർന്നവര് പറയുന്നത് അതെവിടെയാ പോയി, എല്ലാം പോയി. ആ കിട്ടി. എന്റെ ഡ്രൈവിംഗ് സ്കില്ല് വേറെ തന്നെ. ഇതിക്കടെ പോവില്ല, ഇതല്ലല്ലോ വഴി. ഇതാണോ വഴി? റൈറ്റല്ലേ വഴി? ഇവിടെ പോണ്ടത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. നീ മോളിൽ കയറിയിട്ട് സീറ്റ് ചേഞ്ച് ചെയ്യും. ഇതിന് ഇതുണ്ടോ? ഓട്ടോറിയ എടുക്കാൻ പാടില്ലേ? റൈറ്റിലോട്ടോട്ടാ. മഡ് കണ്ട മാപ്പില് ആ വഴിയോട്ടോട്ടാ. ഈ വഴിയായിരുന്നു. എനിക്ക് റേഡിയോയിൽ സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ, അതിന്റെ മൈക്ക് ഓഫ് ആയിട്ട് കിടക്കുന്നത്. അത് എന്നെയൊക്കെ നോക്കി. അത് എന്നല്ലല്ലോ, ഞാൻ മാറ്റിട്ടാ മ്യൂട്ടാണോ കാണിക്കുന്നത്? ആ മ്യൂട്ടാ കാണിക്കുന്നത്. അപ്പൊ റേഡിയോ എടുത്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് മോളിൽ കൊണ്ടേ ക്ലിക്ക് ചെയ്യും. അത് അനുഭവത്താവും. നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. ഇല്ല ഇല്ല ആയില്ല. പോയി ക്ലിക്ക് ചെയ്താൽ മതി മൈക്കിന്റെ. ഇല്ലെന്നേ, ഏറ്റവും മുകളിൽ ലെഫ്റ്റ് നമ്മുടെ പേര് കാണിക്കുന്ന ഭാഗത്ത് റേഡിയോ ഓപ്പൺ ചെയ്തിട്ട് ഇല്ല. പക്ഷെ റേഡിയോന് ഒരു സ്വിച്ച് ഉണ്ടാവുമല്ലോ സംസാരിക്കണമെങ്കിൽ. അതെ, ആ സ്വിച്ച് അല്ല, അത് വേറെ റേഡിയോയിലൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ഇതിൽ ആവുന്നില്ല. ഇപ്പൊ അത് കുഴപ്പമില്ല, നമുക്ക് പിന്നെ ചെയ്യാം. അത് ഏതായിരുന്നു എന്റെ മാറ്റിടാൻ ഒരു പിടിയില്ല. റൈറ്റ് ആൾട്ട് നോക്കി. റൈറ്റ് ആൾട്ട് ആക്കിട്ട് സംസാരിച്ചോക്കി. റൈറ്റിൽ ഒരു ആൾട്ടില്ലേ? റൈറ്റ് ആൾട്ടോ? ഇതാണല്ലേ നിങ്ങള് പറഞ്ഞ ലൊക്കേഷൻ? ഇല്ലടാ, ആവുന്നില്ല. അതെന്തോ എനിക്കറിയില്ല, എന്തോ ബഗ്ഗാ. അത് കുഴപ്പമില്ല, അത് റെഡി ആയിരിക്കും. നോക്കട്ടെ, അതിന് സ്വിച്ച് ചെയ്താണ്. ഇതെന്താ കിടന്ന സ്വിച്ച് തന്നെ ലെഫ്റ്റ് ഔട്ട് തന്നെയായിരുന്നു. അതല്ല, മൈക്ക് ഓൺ ആണോ? മൈക്ക് ഓണാ. അതെ, അത് ഇത്രയും കാലം വർക്കായിരുന്നു. ഇത് കുറച്ച് മുമ്പും വർക്ക്. ഇതെന്താ? അയ്യോ, അല്ല
അതാ ഞാൻ ചോദിച്ചത് ഇതെങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ഇമ്പോർട്ടന്റ് മീറ്റിംഗ്. അല്ല 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 ഇവിടെ ഇരിക്കണ്ട, അപ്പുറത്തെ സ്ഥലമുണ്ട്. കൺട്രോൾ കാണിക്കുന്നുണ്ട്. എവിടെ 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 ഇല്ല അത് വിട്ടേക്ക്, അത് വിട്, അത് വർക്ക് ആവുന്നില്ല. അത് കുഴപ്പമില്ല, ഇപ്പൊ കുഴപ്പമില്ല, അത് ഞാൻ പിന്നെ ചെയ്തോളാം. ഹെൽമെറ്റ് വരും കൊച്ചാപ്പി. നിങ്ങൾ എന്താ പറയുന്നത് കഴിച്ച്? ഇത് ബഗ്ഗാണ്, മനസ്സിലാവും. ലെഫ്റ്റ് ടോപ്പ് മൈക്ക് നെക്കുന്നോ? ലെഫ്റ്റ് ടോപ്പ് മൈക്ക് നെക്കാനോ? ഓക്കെ, അതോടെ എടാ സമ്മതിച്ചു. നിങ്ങൾ മാസം സമ്മതിച്ചു. അല്ല ഞാൻ റേഡിയോയില് ഞാൻ പറ്റുന്ന അത്ര ഞാൻ നോക്കി, പക്ഷെ റേഡിയോയിൽ ആകുന്നില്ല, മനസ്സിലായോ? റേഡിയോയിൽ ആകുന്നില്ല. അപ്പൊ ഞാൻ ഇപ്പൊ കേക്കാലോ. ആ ഓക്കെ ഓക്കെ ഗൈസ്, അത് വിട്. ഇതിന്റെ മുകളിലേക്ക് കയറാൻ പറ്റുമോ? നമുക്ക് നടന്നു കയറാൻ പറ്റുമോ? ഓ ഇതെന്താ സംഭവം? ഇതിന്റെ മുകളിൽ കയറാൻ പറ്റുമോ രാജന്? ഏതാ വ്യൂ? വേണ്ട, എന്തിനാ ഇതൊക്കെ? മരണം സംഭവിച്ച മാടി പിടിക്കും. മറ്റേ ഇതാ RIP സെലിം കുമാർ അല്ലേ? നമ്മളത് കണ്ടു, നമ്മളത് എടുത്ത് ന്യൂസ് പേര് എടുത്ത് നോക്കി പറഞ്ഞു ഇവിടെ. അപ്പൊ രാജാ ഇരിക്കാം. വാ. ഇരിക്കാൻ പറ്റുമോ? ഓ ഇത് മറ്റേ ക്ലൈംബ് ചെയ്യുന്ന സ്ഥലമാണല്ലേ ഇത്? നോക്കല്ലേ, ഇല്ല പേടിയാണ്. അവൻ കാണിക്കണം പോയി ചെയ്തൊക്കെ. ഓക്കെ വാ ഇരിക്കേ കൊച്ചാപ്പി. ഇരിക്കടാ, എനിക്കിവിടെ ശീലമില്ല. അല്ല അതിന്റെ അറ്റത്തെത്തിയിട്ട് ഇരുന്നാ മതി. ആ അപ്പോ കൊച്ചാപ്പി കൊറേ കാര്യങ്ങൾ പറയാനുണ്ടെന്നല്ലേ പറഞ്ഞത്? കൊറേ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞാ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാ മൊത്തത്തില് എനിക്കിപ്പോ ആരും ഇല്ല. എന്ന് വെച്ചാ നീ എന്നെ കണ്ട ഒരു ഷമീർ ഉണ്ടാവും, അതല്ല ഇപ്പൊ ഞാന്, മനസ്സിലായോ? നീ മുമ്പ് കണ്ടതും ആ മുമ്പ് നീ കണ്ട ഷമീർ ഉണ്ടായിരുന്നു, അതിപ്പോ ഇല്ല, മനസ്സിലായോ? കാരണം പല കാരണങ്ങൾ കൊണ്ടും പല രീതിയിലും അകത്തും പുറത്തും എല്ലാ ഇതിലും ഞാനിപ്പോ ഒറ്റക്കാ. പറയാൻ പറ്റുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പുറത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ MRC എന്ന് പറഞ്ഞ ഞാൻ മുമ്പ് നിന്ന ഗ്യാങ്ങിന്ന് ഞാനിപ്പോ ഇല്ല, മനസ്സിലായോ? ഗ്യാങ്ങിന് ഞാനിപ്പോ ഇല്ല. ആ അപ്പോ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാ എനിക്കിപ്പോ ഒരു ഫാമിലി ഇല്ല. ഞാനിപ്പോ സിറ്റിയിൽ ഇറങ്ങി കഴിഞ്ഞാ ഒറ്റക്കാ. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. മുമ്പ് ഞാൻ ഇറങ്ങിയാ മതി, ഞാൻ വന്നാ ഒരു 10-20 ആൾക്കാര് വരും, മനസ്സിലായോ? മുമ്പ് അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. സോ എനിക്കൊരു ഫാമിലി വേണം. എനിക്കൊരു ഫാമിലി ഇവിടെ ബിൽഡ് ചെയ്യണം. അതാരും ഇതാക്കാനോ ഡോമിനേറ്റ് ചെയ്യാനോ ഒന്നുമല്ല. പക്ഷെ എനിക്ക് എന്റേന്ന് പറയാൻ എനിക്കൊരു ഫാമിലി ഇവിടെ വേണം. ഒറ്റയ്ക്കാവുന്നതിന്റെ വിഷമം എനിക്കും അറിയാം. അതെ.
അപ്പോ കൊച്ചാപ്പീനെ കൊച്ചാപ്പി എന്റെ കൂടെ വരുവോ? എല്ലാം തീരുമാനിച്ചതാണ് ഇതൊക്കെ, ഉറപ്പിച്ച കാര്യങ്ങളെല്ലാം. ഉറപ്പിച്ചു. ഇനി എന്തായാലും ബാക്കോട്ടേക്കില്ല. അപ്പം എനിക്ക് കൂടെ ഒരാൾ വേണം. ഒരു തുടക്കത്തില് എൻ്റെ കൂടെ ഒരാൾ ഉണ്ടായ ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അത് കാണുന്ന കൊച്ചാപ്പീനെയാണ് ഞാൻ അത് കാണുന്നത്. കൊച്ചാപ്പിക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നമുക്കൊരു ഫാമിലി ആയിട്ട് ഒരു ഫാമിലി ഇവിടെ ബിൽഡ് ചെയ്യാം. നമുക്കിനി അങ്ങോട്ടേക്കൊരു ഒറ്റക്ക് ഒരു ഫാമിലി ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. കൊച്ചാപ്പി നമ്മൾ രണ്ടും ഒരേ ട്രാക്കിൽ തന്നെയാ അപ്പോ? അതെ. ഓക്കെ, ഇവിടെ നിന്ന് ബ്രിക്ക് ബൈ ബ്രിക്ക് ആയിട്ട് തുടങ്ങണമെന്നാണ് പറയുന്നത്. അതെ, നമ്മൾ സ്ക്രാച്ച് ഒന്ന് ഇതാക്കണം. നമുക്കിപ്പോ ഒന്നുമില്ല, മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മള് ഇതായി ഫെയിൽഡാ, അല്ല എന്താ പറയാ, നമ്മൾക്കൊന്നുമില്ല ഇപ്പൊ. മനസ്സിലായ? നമ്മള് സീറോ ആ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവണം, എന്തെങ്കിലുമൊക്കെ സെറ്റാക്കണം, ഒരു ഫാമിലി വേണം. മനസ്സിലായ? അപ്പം അത് ആരോടും പ്രതികാരം ചെയ്യാനോ ഒന്നുമല്ല. ഇത് എൻ്റെ ഒരു വാശിയായിട്ടും കണക്ക് കൂട്ടണ്ട, അല്ലെങ്കിൽ ഒരു വാശിപ്പുറത്തോ ഇതിന്റെ പുറത്തോ ഞാൻ എടുക്കുന്ന ഒരു തീരുമാനമായിട്ടും ഇത് കാണണ്ട. ഇത് എനിക്കൊരു ഫാമിലി, എനിക്കൊരു കുടുംബം വേണമെന്ന് ആലോചിച്ചാൽ മതി. അത് തന്നെ ഞങ്ങൾക്ക് കൊച്ചാപ്പിനോട് പറയാനുള്ളത്. നമുക്കൊരു കുടുംബം ഇവിടെ ഉണ്ടാക്കണം. മനസ്സിലായ? അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമ്മളിപ്പം ഉള്ള ആളെ നമ്മൾ നോക്കിക്കോ, നമ്മൾ 2 പേര് 3 പേരെ നമ്മളിപ്പോൾ ഉള്ളൂ. പക്ഷെ അത് മാറി നമുക്ക് ഓരോരാളായിട്ട് ഇതിലേക്ക് കൂട്ടണം. മനസ്സിലാവും? ഡേ ബൈ ഡേ നമുക്ക് ഓരോരോ ആൾക്കാരായിട്ട് നമ്മളെ കൂടെ ചങ്ക് പറിച്ച് കൂടെ നിൽക്കാൻ പറ്റുന്ന ആൾക്കാർ ആരൊക്കെയാണോ അവരെ കൂട്ടി 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 നമുക്ക് ഇത് ബിൽഡ് ചെയ്തെടുക്കണം. വലിയ കാര്യമാണ്, ടൈം എടുക്കും. അതെ. അപ്പൊ കൊച്ചാപ്പി വരുവോ ഇല്ലയോ എന്താന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇപ്പാന്ന് ഈ കാര്യം, അതായത് ഞാൻ പറഞ്ഞ പേഴ്സണലായിട്ട് സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം കൊച്ചാപ്പിയും കൂടി ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുമിച്ച് ഒരു കുടുംബം ഇവിടെ കെട്ടിപ്പടുക്കണം. മനസ്സിലായി. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അതെ, കൊച്ചാപ്പിക്ക് ആലോചിക്കണമെങ്കിൽ ആലോചിച്ചിട്ട് നാളെ പറഞ്ഞാലും മതി. പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ട, നാളെ പറഞ്ഞാൽ മതി. അതെ, നാളെ പറഞ്ഞാൽ മതി. കൊച്ചാപ്പി നാളെ പറഞ്ഞാൽ മതി. മനസ്സിലായി. പക്ഷെ നമ്മളെല്ലാം ഒരേ ട്രാക്കാണ്, കാരണം നമ്മളെല്ലാം ഒരു കുടുംബമായിരുന്നു. അതെ, ഒരു കുടുംബമായിരുന്നു. ഇത് വേണമെങ്കിൽ കുടുംബം. അതെ. അപ്പൊ ഞാൻ കൊറേ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കൊച്ചാപ്പിക്ക് അറിയാം. നാളെ ആലോചിച്ച് പറഞ്ഞാൽ മതി. പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ട. കൊച്ചാപ്പി ആലോചിച്ച് നാളെ ഒരു തീരുമാനം പറഞ്ഞാൽ മതി. അതെ, ഇതിന്റെ ഞാൻ പറയുകയാണെങ്കിൽ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി വളരെ വലുതാണ്. ഒരു ഫാമിലി തുടങ്ങുക എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാത്തിന്റെയും തല എന്ന് പറയുന്നത് ഷമീർക്ക് തന്നെയായിരിക്കും. അപ്പോ എന്തുകൊണ്ടും ഞാൻ ഒരു കാര്യം പറയാം കൊച്ചാപ്പി, ഞാൻ പല പരിപാടിയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പെണ്ണ് പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ലൈക്ക് ഇമ്മച്യൂർ ആയിട്ടുള്ള കുറെ പരിപാടികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ ചെയ്തത് ഇവിടെ അകത്തല്ലെങ്കിലും പുറത്ത്. ഞാൻ ഒരു ഓസി പറയാം, ഈ പറഞ്ഞ പോലെ എൻ്റെ കുടുംബത്തിലും എൻ്റെ ആൾക്കാർക്കും ഒരു വ്യൂവർഷിപ്പും ഒരു പരിപാടിയും അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങളും അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും ഞാൻ കുറെ കോമാളിയേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് ഒരു അവസ്ഥ മനസ്സിലാവുന്നുണ്ട് കാര്യം. അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് വന്ന് പറയാനൊരു മടിയുണ്ടായിരുന്നു, കുറച്ചൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിന് സാധിച്ചില്ല. അതെ, നമ്മളത്ര കണക്ഷൻ ഇല്ലായിരുന്നല്ലോ. അതെ അത് തന്നെ, നമ്മളധികം കണ്ടുമുട്ടിയിട്ടില്ല. ഷമീർക്കയുടെ ഒരു ലൈഫ്, ഐ മീൻ ബിസി ടൈമിലും ആയതുകൊണ്ട് എനിക്ക് മീറ്റ് ചെയ്യാൻ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. അതെ. അപ്പൊ കൊച്ചാപ്പി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഒരു ഉറപ്പ് ഇപ്പൊ തരാം. ഈ എന്തൊക്കെ വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഇതിനെക്കൊണ്ട് ആസ് എ ഹ്യൂമൻ ബീയിങ് എന്നെ കൊണ്ട് പറ്റുന്ന 100% ഞാൻ ഇതിലിടും. കാരണം ഇത് വേറെ ഇതല്ല, ഇത് ഞാൻ അടിത്തറ ഇളകിയിട്ടുള്ള നിൽക്കുന്ന അവസ്ഥയാണ്. മനസ്സിലായ? അപ്പൊ എനിക്ക് ഇത് ചെയ്യാതെ പറ്റൂല. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ പാതാളം കണ്ട് നിൽക്കുന്നതിനാ. അപ്പൊ എനിക്ക് ഇതിന്റെ താഴേക്ക് എനിക്കൊരു തിരിച്ചുപോക്കില്ല. എനിക്ക് ഇനി താഴേക്ക് പോകാനും ഇല്ല. എനിക്ക് മുകളിലേക്ക് മാത്രമേ പോകാൻ പറ്റൂ. അപ്പൊ അത്
അതിന് എന്നെ കൊണ്ട് എന്തൊക്കെ പറ്റുമോ അത് ഞാൻ ചെയ്യും കൊച്ചാപ്പി. അത് ഞാൻ ഉറപ്പുതരാം. മനസ്സിലാവും, ഫീലിങ്സ് മനസ്സിലാവും. കാരണം അപ്പൊ ഞാനും കുറെ കണ്ടും കേട്ടും വളർന്നതാ. അപ്പോ ഒരു ഫാമിലിയിൽ നിന്ന് പുറത്താകുമ്പോൾ ഒരാൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു, അവരുടെ ഇമോഷൻസ് എനിക്ക് വളരെ ഇപ്പോൾ എന്താ പറയുക, എൻ്റെ ഇത്ര നാളത്തെ അനുഭവം കൊണ്ട് എനിക്ക് നല്ലോണം മനസ്സിലാവും ആ ഫീലിങ്സ് എൻ്റെ ഉള്ളത്. അതെ, അപ്പൊ ഞാൻ ഉടനെ തന്നെ അതിനൊരു അപ്ഡേറ്റ് തരാം. നാളെ പറഞ്ഞാൽ മതി. നാളെയോ എപ്പാന്ന് കൊച്ചാപ്പിക്ക് ടൈം എടുക്കാം, കൊച്ചാപ്പി പറഞ്ഞാൽ മതി. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ, അപ്പോൾ ഞാൻ നോക്കട്ടെ, അവരോട് സംസാരിക്കട്ടെ. പറഞ്ഞ പോലെ ആണോ? എൻ്റെ കൂടെ എപ്പോഴും കാണാറില്ലേലും വരുമ്പോൾ കൂടെ നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. ഇപ്പോൾ അവരിവിടെ ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. നമുക്ക് ഞാൻ പറയട്ടെ കൊച്ചാപ്പി, നമുക്ക് വേണ്ടത് ചങ്ക് പറിച്ച് കൂടെ നിൽക്കുന്ന ആൾക്കാരെ കിട്ടിയാൽ മതി. അത് കുറച്ചാണെങ്കിലും അത് മതി. നമുക്ക് മെല്ലെ മെല്ലെ നമുക്ക് ഫ്രം ദ സ്ക്രാച്ച് ആണ് നമ്മളിപ്പോ തുടങ്ങുന്നത്, മനസ്സിലായോ? നമ്മൾ 0 ആ. അപ്പൊ നമുക്ക് നമുക്ക് ഒന്നൊന്നായിട്ട് 1, 2, 2, 3, 3, 4 അങ്ങനെ നമുക്ക് പോയാൽ മതി. സോ കൊച്ചാപ്പിനെ കൊണ്ട് പറ്റുന്നത് കൊച്ചാപ്പി ചെയ്തു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കൊണ്ട് ബാക്കി പറ്റുന്ന എല്ലാ പരിപാടികളും ഞാൻ ചെയ്യും. അത് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ആ ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. സോ നമുക്ക് ബിൽഡ് ചെയ്യണം കൊച്ചാപ്പി, ബിൽഡ് ചെയ്യണം. എന്തായാലും ഞാൻ നാളെ തന്നെ അപ്ഡേറ്റ് പറയാം. നാളെ പറഞ്ഞാൽ മതി. അപ്പൊ രാജോ കേക്കുന്നുണ്ടോ? കേക്കാം. രാജന്റെ ഇപ്പോഴത്തെ ഇതെന്താ? ഞാനിങ്ങനെ രാജനെ പരിചയപ്പെട്ടിട്ട് ഇപ്പൊ നമ്മളിപ്പോ എത്ര ദിവസമായി? ഒരു 4-5 ദിവസം, ഒരാഴ്ചത്തെ ആവുന്നുള്ളൂ അല്ലേ? ഒരു 3 ദിവസമായിട്ടുള്ളൂ. ഒരു 3-4 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷെ ഞാനെപ്പം ഇതിന്റെ അകത്ത് വന്നാലും ഫസ്റ്റ് കാണുന്ന ആളും അല്ലെങ്കിൽ ഫസ്റ്റ് എവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരാളും നമ്മൾ മീറ്റ് ചെയ്ത അന്ന് മുതൽ എനിക്ക് ലോയലായിട്ട് തോന്നി, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് തോന്നിയ ഒരാളാണ് രാജൻ. അപ്പോൾ രാജന്റെ സ്റ്റോറി എന്താ? കൊച്ചാപ്പിന്റെ എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പിന്നെ രാജന്റെ എന്റെ ബാക്ക് സ്റ്റോറി ആണോ? എന്റെ ബാക്ക് സ്റ്റോറി പറയാ, ഞാൻ മധുരയിലാണ്. മധുരയിൽ തന്നെ ചെറുതിൽ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാ. ഞാനിവിടെ വരാൻ കാരണം എന്റെ അനിയനുണ്ട്, സൂര്യ എന്ന് പറഞ്ഞിട്ട്. എന്റെ അനിയൻ മിസ്സിംഗ് അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു, വേൾഡ് മൊത്തം അന്വേഷിച്ചു, എനിക്ക് അനിയനെ കിട്ടിയില്ല. ഇവിടെ മാത്രമേ അന്വേഷിക്കാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നപ്പോ എല്ലാവരും എന്നോട് പറഞ്ഞു, മറ്റേ സൂര്യ ബോസ് നേരത്തെ കണ്ടില്ലേ, സൂര്യ, എന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അതായിരിക്കും എന്റെ അനിയൻ എല്ലാവരും എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ സൂര്യ കാണാൻ പോയി. പക്ഷെ സൂര്യക്ക് ഇവിടെ പുതിയൊരു കുടുംബമൊക്കെ ആയി, പുതിയൊരു അച്ഛൻ, പുതിയൊരു അമ്മ, ഇപ്പൊ ഒരു ഗേൾ ഫ്രണ്ട്. പിന്നെ ഞാൻ അതിനെ കണ്ടപ്പോ എനിക്ക് അതിനെ വേണ്ടെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചു. അതൊരു ടൈപ്പാ. അതിന്റെ അനിയനാണെങ്കിൽ പോലും എനിക്ക് അതിനെ തിരിച്ചു വേണ്ട. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ ഒരു ക്ലബിലൊക്കെ കയറി ഇവിടെ സെറ്റിൽഡായി. ക്ലബില് എന്താ ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഫ്രാങ്കായിട്ട് ഞാൻ പറയാം. രാജനിപ്പോ കേട്ടു എൻ്റെ കാര്യങ്ങളൊക്കെ. ഞാനും നമ്മൾ പറയുന്നത് ഇപ്പോ രാജൻ കേട്ടല്ലോ, ഞാനും കൊച്ചാപ്പിയും പറയുന്ന കാര്യങ്ങൾ രാജൻ കേട്ടല്ലോ. അപ്പോ ഇവിടെയാണ് എനിക്ക് മറ്റേ ഒരു സാഡ് ന്യൂസ് പറയേണ്ടത് പറഞ്ഞില്ലേ. ഞാനിനി ഒരു 3 ദിവസം കൂടെ സിറ്റിയിൽ ഉണ്ടാവുള്ളൂ. അതെന്താ? അത് കഴിഞ്ഞ ഒരു ലോങ് ബ്രേക്കിന് പോവായിരിക്കും. എത്ര കാലത്തേക്ക്? ഒരു 3 മാസം. എങ്ങനെ? 3 മാസം. 3 മാസത്തേക്കോ? അതെ. എന്റെ അച്ഛനുണ്ടല്ലോ, അല്ല കൃഷ്ണമൂർത്തി. കൃഷ്ണമൂർത്തിക്ക് ക്യാൻസറാണ്, ലാസ്റ്റ് സ്റ്റേജ്. അപ്പൊ ഡോക്ടർ പറഞ്ഞ ആൾക്ക് ഇനി 3 മാസം ബാക്കിയുള്ളൂ. അപ്പൊ ഇനിയുള്ള 3 മാസം ഞാൻ മധുരയിലെ ആളുടെ കൂടെ ഉണ്ടാവണം എന്നാണ് എനിക്കൊരു ആഗ്രഹം. ഇത് ഞാൻ ഒരു ഓസി ചോദിക്കാം, ഇത് അകത്താണോ ഇത് പുറത്താണോ? അകത്ത് തന്നെയാണ്. അവനൊരു ബ്രേക്കിന്, കാരണം സിറ്റുവേഷൻസ് ഇച്ചിരി ക്രിട്ടിക്കലാണ്.
എന്താ പേടിക്കണ്ട, അകത്ത്. ആ അകത്ത്. അപ്പം ആ കൂടെ ഉണ്ടാവും. എന്ത് അച്ഛനാ? എന്റെ അച്ഛൻ പോവും 3 മാസം കഴിഞ്ഞ്. ഇത് ഇതെന്തൊരു കുഴപ്പമില്ല, എല്ലാവർക്കും common. പക്ഷെ നിനക്ക് ഈ കാര്യം മനസ്സിലായ എല്ലാം കൊച്ചായിട്ടാ. ഇവനെന്തായി പറയുന്നത്? പുള്ളി കുറച്ചാളുകൂടെ ഇവിടെ കാണുള്ളൂന്ന്, കുറച്ചാളത്തേക്ക് തന്നെ ഉണ്ടാവില്ല പുള്ളിയുടെ കാര്യങ്ങൾ. അല്ല, കുറച്ചെല്ലാം കഴിഞ്ഞാൽ പിന്നെ കമ്പാക്ക് വരും. മധുരയിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ട്. അത് പുള്ളിക്കാരന്റെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിട്ട് അത് അതെ, ഹെൽത്ത് ഓക്കെ ആവില്ല. ആള് പോയി, ആള് അല്ലെ പോവും, ആള് എന്തായാലും പോവും. അപ്പൊ ഇതിനുള്ള അവസാനം 3 മാസം ഞാൻ കൂടെ ഉണ്ടാവണ്ടേ. ഓക്കെ ആ ഓക്കെ. അതാണ് എന്റെ സാഡ് ന്യൂസ്. ഓക്കെ ഓക്കെ മനസ്സിലായി. അപ്പോ ഓക്കെ, എനിക്ക് മനസ്സിലായി. പിന്നുള്ള പ്രശ്നം എന്റെ ഇപ്പോഴത്തെ ക്ലബ് ഇട്ടില്ല YKZ. ആ ഇവര് തന്നെ ഇപ്പൊ ക്ലബായിട്ട് തുടങ്ങിയിട്ട് ഗ്യാങ് ആവാനാണ്, ഫാമിലി ആവാനാണ് അവരുടെ പ്ലാൻ. ആ അപ്പൊ അതൊരു പ്രശ്നമാണ്. അപ്പോ അങ്ങോട്ടേക്ക് പോവോ? ഇങ്ങോട്ട് മധുരയാ? ആ മധുര. കൊച്ചാപ്പി നമുക്ക് വിട്ടാലോ? പോവാ, തിരിച്ച് പോവാ. പിണങ്ങല്ലേ? ഞാൻ അല്ല പണങ്ങിയതല്ല, ഇത് കോമഡി ആവുന്നത്. അല്ല സോറി. അയ്യോ അല്ല അങ്ങനല്ല രാജ, അങ്ങനല്ല പറയുന്നത്. എനിക്ക് മാത്രമല്ല, രാജന്റെ സ്നേഹം കാണിക്കാറില്ല, രാജന്റെ സ്നേഹം പ്രകടിപ്പിക്കാറില്ല. രാജ നീ ഓവറാക്കല്ല രാജ. അതല്ല ഉദ്ദേശിച്ചത്. ഷെമീർക്ക് ഒരു സീരിയസ് കാര്യം പറയലായിരുന്നു, അപ്പൊ പുള്ളിക്കത് പെട്ടെന്ന് കേട്ടപ്പോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. രാജ എണീക്ക്. ഞാൻ നിന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞതല്ല, ഞാൻ വേറൊരു കാര്യം പറഞ്ഞതാ. നീ പണങ്ങല്ലേ, വാ നമുക്ക് പെണ്ണുള്ള സെറ്റ് ആക്കണ്ട. നീ വാ. അപ്പത്തേക്ക് അടിക്കരുത്. അയ്യോ, ഇവിടുന്ന് തന്നെ എങ്ങനെ ഇറങ്ങാം? സൂക്ഷിച്ചിറങ്ങണേ, അല്ലെങ്കിൽ അത് വേണ്ട. വാ കേറ്. ഇയാളെന്തടാ ഇങ്ങനെ? രാജാന്നെല്ലാം പറഞ്ഞിട്ട് രാജ സേഡല്ല അവന് ചവിട്ട്. പോവാ രാജ. എന്താ രാജ ഒരു വിഷമം പോലെ? രാജ നീ വിഷമിക്കല്ല, അതെല്ലാം നമുക്ക് റെഡിയാക്കാം. നിങ്ങളൊക്കെ എനിക്കും ഇഷ്ടപ്പെട്ടു. നമ്മളെവിടെയും പോവില്ല രാജ. 3 മാസം കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ തന്നെ ഉണ്ടെങ്കിൽ ഞാനും വരാം. ഇങ്ങനെയല്ല രാജ, ഇങ്ങനെയല്ല വൈ. ഇത് അപ്പൂപ്പന്റെ അടുത്ത് കൊണ്ടുപോകുന്ന ഒരുപാടല്ലേ, മനസ്സിലായി? രാജ നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലേ? രാജ അപ്പൂപ്പന്റെ അടുത്ത് ഇപ്പൊ പോകണ്ട. ഇതിപ്പോ ഷോർട്ട് കട്ടാ ഏടാ? മരണത്തിലേക്കാ. അയ്യോ ഏതായാലും ആന്റി ഇവിടെ സീരിയസ് ആയതോട് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സോറി കേട്ടാ. രാജ നമുക്കിന് മുതുക്കുവാ. TDM അറിയാലോ? അങ്ങോട്ടേ പോവാ കൊച്ചാപ്പി. TDM പോവാം. TDM പോവാം. ഞങ്ങളിപ്പോ ഫാമിലി ഒക്കെ ആയാലും ഇനിയിപ്പോ TDM ഒക്കെ ഗ്രാൻഡ് ചെയ്യണല്ലോ. എന്താ രാജ അങ്ങനെ നീ പറയരുത്. ഒഴിവാക്കിയ പോലെ സംസാരം. രാജന്റെ അവസ്ഥ കണ്ടിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താ രാജ? എന്താ ഫാമിലിയുടെ പേര്?
നമ്മളിപ്പോ ആയിട്ടല്ലേ ഉള്ളൂ, നമ്മൾ വെയിറ്റ് ചെയ്യും കുറച്ച് ദിവസം. ഷെമീർക്കെല്ലാം തുടങ്ങിയിട്ടുള്ളൂ. അതെ, നിങ്ങൾക്കൊരു ക്ലബ്ബായി തുടങ്ങിയിട്ട് പിന്നെ ഫാമിലി ആയിക്കോട്ടെ. അത് വേണ്ട. അതിനോട്ട് ഒരു ത്രില്ല് ഉണ്ടാവില്ല. അതെ, അതിലൊരു ത്രില്ലില്ല. മീറ്റ് ചെയ്യാം. ഈകളുടെ നാളെ മീറ്റ് ചെയ്താൽ പോരെ, ലൈവ് ഇല്ലാത്തപ്പോൾ ഗ്രൈൻഡ് ചെയ്യും. ആണോ, അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇല്ല, നമുക്കൊരു അരമണിക്കൂർ ഗ്രൈൻഡ് ചെയ്ത് ഞാൻ എൻഡ് ചെയ്യാം ഗൈസ്. അരമണിക്കൂർ ഗ്രൈൻഡ് ചെയ്ത് എൻഡ് ചെയ്യാം. ടീരിയം കളിക്കാം. ഡബിള് ക്യാരക്ടർ മൊത്തം ഞാനങ്ങനെ ഒരുത്തനും ചുമ്മാ ഞാനങ്ങനെ ഇമ്പ്രസ്ഡ് ആകുന്ന ഒരാളല്ല. ഞാൻ ഇമ്പ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം അതിനനുസരിച്ച് വളർന്നിട്ടുണ്ട്. എക്സാമ്പിള് ഉസ്മാനെ എടുത്താൽ മതി, ഇസ്മായിലിനെ എടുത്താൽ മതി. അവരിൽ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഒന്ന് ഇതായതോ. പക്ഷെ രാജന്റെ അങ്ങനെ ആവൂല. കാരണം രാജൻ ഉണ്ടാക്കി ചെയ്യുന്നല്ല, മനസ്സിലാവും. ഓന് യൂട്യൂബിലോ വേറെ ഒരു സ്ഥലത്തോ ലൈവോ പരിപാടിയോ ഒന്നുമില്ല, മനസ്സിലാവും. യൂട്യൂബിലോ അല്ലെങ്കിൽ വേറെ ഇതിലോ ലൈവിന് വേണ്ടി എന്റർടൈൻ ചെയ്യുന്നല്ല. ഓൻ ഇങ്ങനെയാണ്, മനസ്സിലാവും. ഓൻ ഇങ്ങനെ തന്നെയാണ് രാജൻ. അല്ലാണ്ട് രാജന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കേണ്ട വരില്ല. രാജൻ വെറുതെ വർത്താനം പറഞ്ഞാലും ഇതാക്കിയാലും അത് സീനാണ്. അതുകൊണ്ട് നാച്ചുറലാണ്, മനസ്സിലാവും. നാച്ചുറലാണ്, നമുക്ക് ഉണ്ടാക്കേണ്ട വരില്ല. രാജൻ നാച്ചുറൽ ആളാ. എന്താ രാജ? ഹെൽമെറ്റ് ഉണ്ടോ? ഹെൽമെറ്റ് ഉണ്ട്. രാജ ഉണ്ടോ? കളിക്കാനുണ്ടോ? രാജന്റെ ക്ലബിലുള്ള ആളുകൾക്ക് ഇത് പരിചയപ്പെടായിരുന്നല്ലോ. ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്താ അധോലോകം ഇതല്ലേ? ആടലോടകം. ആടലോടകം ഉണ്ണി ദാമോദർ. ഇപ്പൊ എന്താ അവര് ചെയ്യുന്നേ? ആടലോടകം തിങ്സ്. ഇപ്പൊ അവര് ആരും ഇട്ടില്ലേ? താര ഇൻവൈറ്റ് ചെയ്യണം. സോറി ബ്രോ, ഗേൾസിന് എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നാളെ വരുവാണെങ്കിൽ പരിചയപ്പെടാം ഉണ്ടെങ്കിൽ. ആയിക്കോട്ടെ. പറഞ്ഞ പോലെ അവരൊക്കെ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അത് വാക്കാണ് കേട്ടോ. കീബോർഡ് മാറ്റണം. ഇവനെ ഞാൻ തീർക്കും. നിന്നെ ഞാൻ തീർക്കാം. റെഡ് ബന്ധാന വേണം. ചോദന വേണം. ബന്ധാന വേണം. ചോദന താളം. എടാ ഉരുളടാ. ബന്ധാന വേണം. ജോതന്റെ മേളം. ബന്ധാന വേണം. ജോതന്റെ വേണം. ബന്ധാന വേണം. ഷമീറെ താഴത്തിലടാ.
ബന്ധാന 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 വേണം. ജോതന്റെ മേളം. നിന്റെ ബന്ധാന ഞാൻ പൊളിക്കൂടാ. ഇവനാക്ക് വേണം. കൊച്ചാപ്പി എന്നെ കൊന്നു. കൊച്ചാപ്പി ഞാൻ എടുക്കില്ല. തളർത്തിട്ട് തന്നെ ഇവിടം വരെ നിൽക്കുന്നില്ല. ഇങ്ങനെ തളർത്ത് ഇന്നലെ കൂട്ടുകാമണി അടിച്ച് പൊട്ടിച്ചു. ബന്ധാന ജോതന്റെ ഫോക്കസ് ബ്രദർ. എടാ ഓനെ ഞാൻ കൊല്ലണ്ടല്ലടാ മോനെ. അവിടെ തലക്കാൻ വെച്ചിട്ടാ അവസ്ഥ. ഇല്ല. അപ്പോൾ ഗൈസ് ഷെമീർ നമുക്കൊരു കസ്റ്റം വണ്ടി സെറ്റാക്കിയാലോ? വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ബൈ. നാളെ കാണാം. ഞാൻ ലൈവ് മാത്രമേ എൻ്റെ ചെയ്യുന്നുള്ളൂ. കുറച്ചും കൂടി നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ. ലവ് യു.